3 years to 8 years വരെയുള്ള ഏജ് 3 to grade 3. ആ പറയുന്നതിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാക്കിയത്. ഏജ് 3 to grade 3. ഈ പറഞ്ഞത് ശരിയാ, 6 വർഷം. ഏജ് 3 to grade 3 എന്ന് പറഞ്ഞാൽ 6 വർഷം, 8 വർഷം, 8 വയസ്സ് വരെ. അങ്ങനെ സ്ട്രിക്റ്റ് റൂളൊന്നുമില്ല. 9 വന്നാലും കുഴപ്പമില്ല, 2 വന്നാലും കുഴപ്പമില്ല, എല്ലാം ഇൻഫോർമലാണ്. പക്ഷെ പേരിടാൻ വേണ്ടി ഒരു പേരിട്ടൊന്നും ആണ്, അത്രേ ഉള്ളൂ. ഈ വയസ്സായ ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഡിസിപ്ലിൻ ഉണ്ടാവില്ല എന്നാണ്. മോനോട് അവർക്ക് മനസ്സിലാവില്ല. നമ്മുടെ പ്ലാനിങ് അല്ല, കുറച്ചും കൂടി കണ്ടിട്ടുണ്ട്. ഒരാളെ കാണുന്നില്ല. ഗുഡ്. പിന്നെ അവസാനം എന്നെ കണ്ടില്ല എന്ന് പറയണ്ട വെച്ചിട്ടാ. നിന്നെ കണ്ടില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഗ്രേഡ് 3 ആണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ. നേരെ കാഷ്വൽ ആയിട്ട് പറ. കണ്ടിന്യൂസ് ആയിട്ട്. ഫിനാൻസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു ഫിനാൻസിയറെ കണ്ടെത്തണം, അല്ലെങ്കിൽ കാശ് പിരിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ടീച്ചറാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് അവരുടേതായ എന്തെങ്കിലും പ്രോപ്പർ ഒരു ഹൗസോ അങ്ങനെ എന്തുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അയാളുടെ കോൺട്രിബ്യൂഷൻ സ്ഥലമായിരിക്കും, ചിലപ്പോൾ അയാളുടെ കോൺട്രിബ്യൂഷൻ സമയമായിരിക്കും, ചിലപ്പോൾ അയാളുടെ കോൺട്രിബ്യൂഷൻ പഠിപ്പിക്കലാവും. ഒരു ടീച്ചർ തുടങ്ങുക എന്നുള്ള കൺസെപ്റ്റ് എനിക്ക് എതിരാണ്. എന്താ വെച്ചാൽ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്പർ 1. നമ്പർ 2, പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാംസിന് ഒരു ഗുണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസം പറ്റില്ല എന്ന് വിചാരിക്കും, വേറൊരാൾ ഏറ്റെടുത്തോളൂ. അപ്പോൾ ഈക്വൽ മൈൻഡുള്ള ഒരു 4-5 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം പറ്റില്ല. ഇത് എല്ലാ ഇപ്പോഴും പ്രോബ്ലം എന്ന് വെച്ചാൽ സ്കൂൾ തുടങ്ങുമ്പോൾ നമ്മൾ കമ്മിറ്റഡ് ആണ്, ഫുൾ ടൈം പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഫോർമലായി, നമ്മൾ ഇൻഫോർമലാണ്. ഇൻഫോർമൽ എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇപ്പം നിങ്ങളുടെ വീട്ടിലാണ് തുടങ്ങിയെന്നിരിക്കും, വീട്ടിൽ തന്നെ. ഇപ്പം ഈ വീട്ടിലാണ്, ഇതിപ്പോൾ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറ് ആർക്കും തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ തുടങ്ങും. പക്ഷേ കുറേ റിലേറ്റീവ്സ് വരുന്ന ദിവസം ഇവിടെ നടത്താൻ പറ്റില്ല എന്നിരിക്കും. അന്ന് ഹോളിഡേ കൊടുക്കാൻ പറ്റുമോ? ഇത് ഫോർമൽ അല്ലല്ല, എപ്പോൾ വേണമെങ്കിൽ ഹോളിഡേ കൊടുക്കാം, എപ്പോൾ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ഫൈൻ. ഇപ്പം ഒരാൾക്ക് പിന്നെ സ്ഥലം കൊടുക്കാൻ പറ്റും, മറ്റേക്ക് പഠിപ്പിക്കാൻ പറ്റും, അവരെല്ലാം കൂടി ഇതിനകത്ത് കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്. അതുപോലെ അതുകൊണ്ട് ഒരാൾ തുടങ്ങുക എന്നുള്ള കൺസെപ്റ്റ് പാടില്ല. പലരും എൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെയാണ്, ഞാൻ തുടങ്ങിക്കോ. നടക്കൂല. കാരണം വെച്ചാൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ അവരുടെ ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് ക്രിയേറ്റീവാണ്. ഇപ്പം ഞാൻ നിങ്ങളോടൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈ പ്ലാൻ നടക്കുമോ? എല്ലാവരും കൂടി ഇരിക്കും, കുറേ ഐഡിയാസ് വന്നില്ലേ? ഒരു 200 ദിവസം നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ഒരാൾ ചിന്തിച്ചാൽ നടക്കൂല. കുറേ പേര് അതിനകത്ത് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ആളുണ്ടാവും, തുന്നൽ ഇഷ്ടമുള്ളവരുണ്ടാവും, കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരായിരിക്കും, ചിലർക്ക് ലാംഗ്വേജ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മാത്സ് ആയിരിക്കും ഇഷ്ടം. ആ വ്യത്യസ്തമായ ആൾക്കാർ വരുമ്പോൾ കുട്ടിക്ക് ഇതൊക്കെ കിട്ടുക. അതുകൊണ്ട് ഒരാൾ തുടങ്ങരുത്, ഒരു എത്ര ആളെ പറ്റുമോ അത്രയും, 5-10 10ഒക്കെ ആണെങ്കിൽ മാനേജ് ചെയ്യാം, അതിലധികം കാണാൻ പറ്റില്ലല്ലോ. അവർക്ക് പറ്റുന്ന സമയം നിങ്ങൾ 2 മണിക്കൂറിലൊക്കെ, മറ്റേ 2 മണിക്കൂർ, മറ്റേ 2 മണിക്കൂർ. അവരുടെ ബന്ധുക്കളും മുത്തശ്ശനും മുത്തശ്ശിയും പലരും ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ വരാം. അവരൊക്കെ എൻ്റെ പാർട്ട്നേഴ്സാണ്. എന്ന് വെച്ചാൽ വളണ്ടിയറി ഒരു കോപ്പറേറ്റീവ് പ്രോഗ്രാം പോലെ ആവണം, കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ്. കമ്മ്യൂണിറ്റി ഹോം സ്കൂളിംഗ് എന്ന് പേരിടാൻ വേണമെങ്കിൽ ഇടാൻ പറ്റിയ പേരങ്ങനെയാണ്, കമ്മ്യൂണിറ്റി ഹോം സ്കൂളിംഗ്. നമ്മളൊരു ക്ലബ്ബൊക്കെ നടത്തില്ലേ, അതുപോലെ ഒരു കമ്മ്യൂണിറ്റി ഹോം സ്കൂളിംഗ് എന്നുള്ള കൺസെപ്റ്റ്. അതിൽ ഓണർ ചിലപ്പോൾ ഒരാളുണ്ടാവാം, പക്ഷെ പാർട്ട്ണർ കുറേ പേരുണ്ടാവും. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ വളണ്ടിയർ പാർട്ട്നേഴ്സ് ആവാം. ഫിനാൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, റെഡിയാണ് ഞാൻ സമയം ചെലവഴിക്കുക എന്നുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. പിന്നെ ആ പേരേ തെറ്റാണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ പേരേ എന്റെ ബുക്കിൽ ഉപയോഗിച്ചില്ല. മെന്റേഴ്സ്, അമ്മമ്മമാര്, ഗ്രാൻഡ് ചൈൽഡ് കെയർ എന്നല്ലേ അല്ലേ? അപ്പൊ എല്ലാരും ഗ്രാൻഡ് മദേഴ്സ് ആണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സ് ആണ്. ഗ്രാൻഡ് മദർ എന്നുള്ളത് നമ്മൾ സാധാരണ പറയില്ല, അച്ഛനമ്മമാരെന്ന് പറയാറില്ലേ, പാരന്റ്സ് എന്ന് പറയുന്ന പോലെ. അതിലിപ്പോ എല്ലാവർക്കും അങ്ങനെയാവാം. ഇപ്പൊ സ്നേഹയുടെ പ്രായം നോക്കിയിട്ടൊന്നല്ല അമ്മമ്മ എന്ന് വിളിക്കുക. പിള്ളേര് വിളിക്കേണ്ടത് മാം എന്നല്ല, അമ്മമ്മ തന്നെയാണ്. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല്, ഇപ്പം
എന്നെ ഒരാൾ അപ്പൂപ്പാന്ന് വിളിച്ചിട്ടാണ് വരുന്നത് വിചാരിക്കാം, അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് വിചാരിക്കാം. അവരുടെ കുട്ടിയാണല്ലോ ഞാൻ നോക്കുന്നത്. അപ്പൊ ഈ കൊണ്ടുവിടുന്ന അച്ഛനും അമ്മയും ആരാവും? എൻ്റെ മക്കളാവും. അവർക്ക് എൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറയാൻ പറ്റില്ല. സംഭവം മനസ്സിലായില്ലേ? മിക്കവാറും പാരന്റ്സിന് കംപ്ലൈന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ കൊണ്ടുവിടുന്ന പാരന്റ്സ് ഒക്കെ എൻ്റെ മക്കളാണ്. അപ്പൊ ആ ബന്ധമാണ് ഉണ്ടാവേണ്ടത്. അവർക്കും അവിടെ ഇരിക്കാം. അങ്ങനെ പാരന്റ്സ് ഇപ്പൊ ഇതാണ് ക്ലാസ് മുറി എങ്കിൽ പാരന്റ്സിനൊക്കെ അവിടെ ഇല്ല. പാർട്ട്ണർഷിപ്പാണ് അവരൊക്കെ. ഒരു കുട്ടിയെ അമ്മൂമ്മയുടെ അടുത്ത് തള്ളി വിട്ടിട്ട് പാരന്റ്സ് പോവില്ലല്ലോ, അവരും അവിടെ ഇരിക്കുമല്ലോ. അതുപോലുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പൊ ടീച്ചർ എന്നുള്ള വാക്കില്ല, മെന്റർ അല്ലെങ്കിൽ വളണ്ടിയർ അല്ലെങ്കിൽ അമ്മുമ്മ, എന്താണ് നിങ്ങൾക്ക് വിളിക്കേണ്ടത് വെച്ചാൽ വിളിക്കാം. ബട്ട് അക്സെപ്റ്റ് ദറ്റ് വേർഡ്. ട്രഡീഷണൽ ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് ആകുമ്പോൾ ഞാൻ പഠിക്കുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്നു, ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ടീച്ചറോട് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുക ക്ലാസ്സിൽ? ഐ ഹാൻഡിൽ സ്റ്റുഡൻസ്. എന്താ ഹാൻഡിൽ ചെയ്യാൻ? മതി, ദീദി മതി, ചേച്ചി മതി. ഏതാണ് ചിന്മയിൽ പോയിട്ട് ചിന്മയിൽ പറഞ്ഞു, ചിന്മയാണ് സ്കൂൾ, എന്നിട്ട് നിങ്ങൾ മാം സാർ എന്നൊക്കെ വിളിക്കണം. വിടാൻ പറഞ്ഞു പണി. ട്രഡീഷണൽ പേരൊക്കെ വലിയതാണ്. സ്വാമിയുടെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ ചോദിച്ചത്, ഇത് ചിന്മയാ സാർ എന്ന് പറയട്ടെ എന്ന് ചോദിച്ചാൽ, ചിന്മയാ സാർ എന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ പറ്റുമോ? നാളെ മുതൽ ഗുരുവായൂർ കൃഷ്ണൻ സാറേ നമസ്കാരം. ബഹുമാനം ഉള്ളതുകൊണ്ടാണ് വിളിക്കണമെന്നേ. പലരും പറയുന്നതാ, അതല്ല, തെറ്റാ. ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നിങ്ങൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം, കുറക്കാം, കൂട്ടാം. പക്ഷെ മിനിമം ഒരു 20-20 ഫീറ്റ് ഈ ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഗുഡ് ഇനഫ്. ആക്ടിവിറ്റി ബേസ്ഡ് അത്രയൊക്കെ പാടുള്ളൂ. 20 സ്റ്റുഡൻസ് 1:20 റേഷ്യോ. പക്ഷെ സാധാരണഗതിയിൽ 1:20 ആണ് ഗവൺമെന്റ് റൂൾ പ്രകാരം ബെസ്റ്റ് സ്കൂൾസിന്റെ റൂൾസിൽ വരുന്നത്. അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ശോഭ ഡെവലപ്പേഴ്സിൽ 2:20 ആണ്. ഒരു ക്ലാസ്സിൽ 2 ടീച്ചേഴ്സ്, ഒരു ആയും ഒരു ടീച്ചറും. അവിടേക്ക് അങ്ങനെയാണ് നടത്തിയത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ്. എല്ലാരും അമ്മമാരാണ്. അല്ല, ഇതിലിപ്പോ BEd TTC ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കുന്നില്ല. ആർക്കാണോ താല്പര്യം. ഇപ്പൊ ഇന്നലെ വന്ന കാർത്തിയില്ലേ, കാർത്തിക് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സേ ഉള്ളൂ. ബട്ട് അവര് മച്ച് ബെറ്റർ തന്നെ BEd. അവര് ഹൈലി ക്രിയേറ്റീവ് ആണ്. പാട്ടെഴുതും, ട്യൂൺ ചെയ്യും, കവിത എഴുതും, ചിത്രം വരയ്ക്കും, ക്രാഫ്റ്റ് ചെയ്യും, എല്ലാ പണിയും ചെയ്യും. ഇപ്പൊ കാർത്തിക ഫ്രീ ആണെങ്കിൽ ഇപ്പൊ തുടങ്ങിയ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയെ നോക്കാനുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളവർ അവിടെ സ്റ്റക്ക് ചെയ്യണം. പക്ഷെ അവർക്ക് 2 മണിക്കൂർ വരാൻ അവർ തയ്യാറായി. ആ 2 മണിക്കൂർ, അടുത്ത 2 മണിക്കൂർ. അപ്പൊ 10 പേരുള്ളതുകൊണ്ട് 10 ക്ലാസ് മുറി നല്ല അർത്ഥം. 10 പേര് പാർട്ട്നേഴ്സിൽ അവരുടെ ബന്ധുക്കളും അവരുടെ റിലേറ്റീവ്സും പലരും ഒക്കെ ഉണ്ടാവും, ഗസ്റ്റ് ഉണ്ടാവും. എല്ലാരും കൂടി ഒരു 20 പേരുണ്ടെങ്കിലും 1-2 ക്ലാസ് മുറി മതി. 2 ക്ലാസ് മുറി വേണ്ട, ഒറ്റ ഹാളേ വേണ്ടു. ഒരു സ്കൂളിൽ ഏജ് 3 to grade 3 ഒരു ക്ലാസ് ആണ്. എല്ലാരും കൂടി മിക്സ് ചെയ്ത് കളിക്കാം. അതിൽ കുറെ മുറികൾ ഉണ്ടെങ്കിലും എല്ലാം ഉപയോഗിക്കും. ഒന്നിപ്പോ ക്രാഫ്റ്റിന് ഇതായിരിക്കും, മറ്റേത് കിച്ചണായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും, മറ്റേത് കുക്കിംഗ് ആയിരിക്കും, മറ്റേത് സ്റ്റിച്ചിങ് ആയിരിക്കും. ഒരു വീട് കിട്ടുമ്പോൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കും. നമ്മള് സാധാരണഗതിയിൽ അപ് ടു ക്ലാസ് 7 ആണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. 8th വരെ ആവാം മാക്സിമം. 9ാം ക്ലാസ് മുതൽ അബ്സ്ട്രാക്ട് നോളജ് ആണ്. അത് വിവരമില്ലാതൊക്കെ പഠിപ്പിക്കാൻ പറ്റും. കാരണം അതിൽ സെറ്റ് തിയറി വരും, ആറ്റംസ് വരും, എനർജി കൺസെപ്റ്റ് വരും. 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത് എൻ്റെ ചുറ്റുമുള്ള സംഭവങ്ങളാണ്. പിന്നെ കുറച്ച് ലോകത്തെ കുറിച്ചുള്ള അറിവുകൾ, അത് ആറ്റ്ലസ് നോക്കി ആർക്കും പഠിപ്പിക്കാം. നമുക്ക് കുറച്ച് ഡോക്യുമെന്ററി നോക്കിയാൽ പഠിപ്പിക്കാം. പക്ഷെ മാത്തമാറ്റിക്സിൽ എണ്ണാനും കൂട്ടാനും കുറക്കാനും ഒക്കെ ആർക്കും പഠിപ്പിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന അബ്സ്ട്രാക്ട് നോളജ് എന്നാണ് പറയാം.
അത് ഫോർമാറ്റഡ് നോളജാണ്, അത്ര എളുപ്പമല്ല. അതിൽ ഡിഗ്രി ഉള്ളവർക്കേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അത് നോർമൽ സ്കൂളായി. അപ്പോൾ സാധാരണഗതിയിൽ പാരൻസിൻ്റെ ഒരു വേവലാതി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടി 3ാം ക്ലാസ് കഴിഞ്ഞാൽ അവരേത് സ്കൂളിൽ ചേർക്കും. അതിനാണ് നമ്മൾ തുടങ്ങുന്ന ഇത്തരം സ്കൂളുകൾ ഫീഡർ സ്കൂൾ എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാ സ്കൂളും റെഡിയാവും. അവർ നമുക്ക് കാശ് തരും നമ്മുടെ പിള്ളേരെ അങ്ങോട്ട് ചേർക്കുമെന്ന് വെച്ചിട്ട്. സിറ്റിയിലൊക്കെ അങ്ങനെ നടക്കുക. അവർക്ക് ഇത്രയും അഡ്മിഷൻ കിട്ടുമല്ലോ ഒറ്റ സ്റ്റെക്കിൽ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഫീഡർ സ്കൂൾ ആണ് ഞങ്ങളുടെ സ്കൂള്. യു ഗെറ്റ് അസോസിയേറ്റഡ് ടു വൺ ഓഫ് ദ സ്കൂൾ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാ സ്കൂൾസിലും 9ാം ക്ലാസ് വരെ ബർത്ത് സർട്ടിഫിക്കറ്റും ഏജ് പ്രൂഫും ഉണ്ടെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനും ചെക്ക് ചെയ്യാതെ ഏജ് വെച്ചിട്ട് ഏത് ക്ലാസ്സിനും ചേർക്കാമെന്നാണ് നിയമം. ഇനി ഇതൊന്നുമില്ലെങ്കിലും ഹൈദരാബാദിലൊക്കെ പല സ്കൂൾസും ഉണ്ട്. ഹോം സ്കൂളിങ്ങിലൊക്കെ ഞാൻ വിസിറ്റ് ചെയ്യാറുള്ള സ്ഥലവും. അവിടെയൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സ്കൂളിംഗ് സ്കീമുണ്ട്. ആ ഓപ്പൺ സ്കൂളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ 12ാം ക്ലാസ് വരെ പഠിപ്പിക്കാം. CBSE സിലബസിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ വരും. പക്ഷെ ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ സ്കൂളിൻ്റെ സെൻറ്ററുകളുണ്ട്. അവിടെ നിങ്ങൾ അഫിലിയേറ്റ് ചെയ്യണം. അവർ ഫിസിക്സ്, കെമിസ്ട്രി ലാബ് പഠിപ്പിക്കും, ബയോളജി. അത് വെറുതെ ഒരു ദിവസം പേരിന് വേണ്ടിയിട്ട് അവർ ഇത് ചെയ്തു എന്ന് കാണിക്കുകയുള്ളൂ. അങ്ങനെയാണ് കോച്ചിങ് സെന്റേഴ്സ് നടത്തുന്നില്ലേ, നീറ്റ്. ഇപ്പം ഞാൻ 21-ാം തീയതി ഇരിങ്ങാലക്കുടി ഉണ്ടായിരുന്ന ഒരു നീറ്റ് കോച്ചിങ് സെന്ററിലാണ്. അവർക്ക് സ്കൂളില്ല. അവരെന്ത് ചെയ്യും? അടുത്തുള്ളൊരു സ്കൂളിലാണ് അവരുടെ കുട്ടികളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്. അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. എക്സാമിനേഷൻ അവരുടെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള സ്ഥലത്താണ് എക്സാമിനേഷൻ നടത്തുക. അവരാണ് എവിടെയാണ് എക്സാം സെന്റർ എന്നൊക്കെ തീരുമാനിക്കുക. ഇവിടെ ട്രെയിനിങ് കൊടുക്കും, എക്സാം അവിടെ പോയി. അപ്പോൾ അങ്ങനെ ആർക്ക് വേണമെങ്കിലും നടത്താം ഇൻഫോർമലി. അതിന് ഒരു ലൈസൻസും വേണ്ട. ഞാനിപ്പോൾ നിങ്ങൾ ഇത്രയും പേരെ ഇവിടെ എടുത്തിട്ട് പഠിപ്പിക്കുന്നതിന് ലൈസൻസ് വേണോ? ഇല്ല. പക്ഷെ അതിൽ ഞാൻ ഫീസ് മേടിച്ച്, അതുകൊണ്ടാണ് പാർട്ട്ണർഷിപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം. അത് ഫീസ് മേടിച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പിന്നെ അത് മാത്രമല്ല, ലൈസൻസ് ഒക്കെ എപ്പോഴാണ് ഗവൺമെന്റ് ചോദിക്കുക? ഓരോ രാജ്യത്തും വ്യത്യാസമാണ്. ഇപ്പൊ ഹൈദരാബാദിൽ LKG തുടങ്ങാൻ പോലും ലൈസൻസ് വേണം. ലൈസൻസ് മാത്രമല്ല, അവിടെ പേപ്പർ വർക്ക് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ട് ഇത്രയും വലിയ കട്ടിയുള്ള പേപ്പർ കൊടുത്താലാണ് മുനിസിപ്പാലിറ്റിയുടെ അഡ്മിഷനും ഒക്കെ കൂടെ ഡിഫറെന്റ്. കാരണം സ്റ്റേറ്റിന്റെ പ്രൊറോഗേറ്റീവ് ആണ് എഡ്യൂക്കേഷൻ. ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായ റൂളുകളാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു BTM സ്കൂളുണ്ട്, അവർക്കുണ്ടല്ലോ, അവിടെ തന്നെ ക്ലാസ് നടത്തണം നിയമമൊന്നുമില്ലല്ലോ. എവിടെയാ നടത്തണം? അങ്ങനെ സ്കൂൾ പെർമിഷൻ കൊടുക്കുമ്പോൾ ഏജ് 3 എന്നുള്ളത് LKGക്ക് എവിടെയാണ് ക്ലാസ്, 5ാം ക്ലാസ്സിൽ എവിടെയാണ് ക്ലാസ്, സെപ്പറേറ്റ് ക്ലാസ് വേണം, ഇത്ര റൂം വേണം എന്നൊക്കെ നിയമം ഉണ്ടാവും. ഇത് നമ്മൾ അതേ അല്ലല്ലോ ചെയ്യുന്നത്, വളരെ ഇൻഫോർമൽ അല്ലേ. അപ്പോൾ ഓപ്പൺ സ്കൂൾ സ്കീമിൽ ആർക്കും നടത്താം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താനുള്ള പഞ്ചായത്ത് പെർമിഷൻ വേണ്ടി വരും. ആ പഞ്ചായത്ത് പെർമിഷൻ എടുക്കുമ്പോൾ ഞാൻ ഒരു ട്യൂഷൻ സെന്റർ ആണ് നടത്തുന്നത്. ട്യൂഷൻ സെന്റർ നടത്താൻ സാധാരണ ഒരു ബോർഡ് വെക്കാനുള്ള പെർമിഷൻ അല്ലേ വേണ്ടു, മനസ്സിലാവും? അപ്പൊ അങ്ങനെ സാധാരണ ട്യൂഷൻ സെന്റർ നടത്താനുള്ള പെർമിഷനോട് കൂടി ഞാൻ 3 വയസ്സുള്ള കുട്ടി മുതൽ 3ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ കൊടുക്കുന്നു. ആരൊക്കെ ചോദിക്കാൻ പറ്റും? നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, ബാനർ ഇല്ല. ആ ഗോയിന്ന, ആ ഡോറത്ത് അടച്ചിട്ടില്ല, ഓട്ട് മോനെ അപ്പൊ തന്നെ ചെയ്യണം. അത് കേൾക്കുമ്പോൾ ഓടണം, അതാണ് ബോധം. അത് കാത്തു നിൽക്കരുത്, ഷട്ടേന്ന് പറഞ്ഞിട്ട് ഓടണം. നമ്മള് ഇതുവരെ ശീലമില്ലാത്ത ഇതേപോലെ ഭക്ഷണം കൊണ്ടുവരുന്ന പണ്ടൊരു ആളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിള്ളേരോട് പറയും, കൊണ്ടുവരും ദിവസം കൊണ്ടുവന്ന സാധനം ഫുൾ ടപ്പ് എന്ന് താഴെ പോയി. ഇതുവരെ ചെയ്തിട്ടില്ലേ? ഒരു പണിയും ചെയ്തിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ കോച്ചിങ് സെന്റർ, ട്യൂഷൻ സെന്റർ പോലെ വളരെ ഇൻഫോർമൽ ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഇതിനൊക്കെ പ്രശ്നം വരെ എപ്പോഴാണെന്നറിയോ? ഒരു കുട്ടി വീണു, എന്തെങ്കിലും അപകടം പറ്റി. ഞാൻ ഹൈദരാബാദിൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ സി സ്കൂളിംഗ് ഉണ്ട്, പ്രീ സ്കൂളിംഗ്. അവരുടെ ഒരു സെന്റർ ഉണ്ടായിരുന്നു. അതിൽ അവിടെയൊക്കെ സമ്പിലല്ലേ വെള്ളം ഉണ്ടാവുക, മുനിസിപ്പൽ വെള്ളം വരും, അവിടെ നിന്നാണ് പമ്പ് ചെയ്യുക. ആ സമ്പിന്റെ ഇത് ഓപ്പൺ ആയിരുന്നു, ടിപ്പ് പൂട്ടിന്ന് മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടായാൽ
അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആവണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാ പഠിക്കും റെസ്പോൺസിബിലിറ്റി. ഒരു ചെറിയൊരു പെട്ടിക്കട നടത്തുമ്പോൾ എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ചായക്കട നടത്തുമ്പോൾ, തട്ടുകട നടത്തുമ്പോൾ എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു ദിവസം അവിടെ ഭക്ഷണം കഴിച്ച് ആർക്കും പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും? കള്ള് ഷാപ്പ് എടുത്തുമ്പോൾ അങ്ങനെയല്ലേ? എല്ലായിടത്തും ഇല്ലേ മരണം അല്ലെങ്കിൽ ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാരും ഒത്തുചേരും, ബാക്കിയുള്ളവരെല്ലാം. അല്ല, ഇവിടെ എന്താ വെച്ചാല് ഇവിടെ അതുകൊണ്ടല്ല പ്രശ്നം. ഇപ്പൊ നിങ്ങൾ പഞ്ചായത്ത് ഭരിക്കുന്ന നിങ്ങൾ എല്ലാരും പാർട്ടി ബാൻഡ് ആണല്ലോ. നിങ്ങൾ മാർക്സിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ അവരാദ്യം തീരുമാനിക്കും. ഇപ്പൊ ഞാൻ കുറച്ച് ഭക്തിയുള്ള ഒരാളായാൽ ഉടനെ ബി ജെ പി ആണ്. ഞാൻ വെറുതെ ജാതി പറയുന്നത് കളിയാക്കുന്നവരാ ബി ജെ പിക്കാർ. ബി ജെ പി എന്ന് പറഞ്ഞാൽ വെറുതെ ജാതി പറയുന്ന ആളെന്ന് ഞാൻ പറയാം. അത്രയും അടുപ്പില്ലാത്തൊരു ഉണ്ടെങ്കിൽ തന്നെ കുറച്ചുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് ഞാൻ. കാരണം പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ആയതുകൊണ്ട്. ഓക്കെ, ഇഷ്ടപ്പെടാത്തൊരു കമ്പനി എന്ന് പറയുന്നത് SFI ആണ്. കാരണം വയലൻസ് മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ, അവർക്ക് ഒരു ഗുണവും കണ്ടിട്ടില്ല. നമ്മൾ എന്തെങ്കിലും പണി തുടങ്ങിയാൽ ഉടനെ അതിനെ കുഴപ്പം. ഇതൊക്കെ ഉണ്ടായാലും നമ്മൾ ബാനർ ചെയ്യുന്നത് അവർക്കുള്ളൊരു തോന്നലുണ്ട് ഇതെങ്ങനെയാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആര് തുടങ്ങുമ്പോഴും അതുണ്ടാവും. അപ്പൊ പഞ്ചായത്തുകാരൻ കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങൾ മാർക്സിസ്റ്റ് ആണെന്നൊരു തോന്നൽ അവനുണ്ടായാലും ഇതിന്റെ പെർമിഷൻ തരില്ല. വലിയ പ്രോജക്റ്റുകൾ അടക്കം. ഇന്നലെ നമ്മൾ രാജീവ് അഞ്ചലിന്റെ കഥ എന്തോ പറഞ്ഞില്ലേ, വലിയ ജഡായുപ്പാറ ഉണ്ടാക്കുന്നത്. ആ റോഡ് ഉണ്ടാക്കുന്നത് മൂന്ന് വാർഡിലൂടെയാണ് പോട്ടത്. ഒരു വാർഡ് ഭരിക്കുന്നത് മാർക്സിസ്റ്റ്, മറ്റേ വാർഡ് കോൺഗ്രസ്, മറ്റേ വാർഡ് മാർക്സിസ്റ്റ്. ഇവര് റോഡ് കൊടുക്കും, മറ്റേടത്ത് റോഡ് കൊടുക്കില്ല. ആ പ്രോജക്റ്റ് വലിയ പ്രോജക്റ്റ്, ഗവൺമെന്റിന്റെ കോടിക്കണക്കിന്. എത്ര കാലാണ് അതിനകത്ത് കഷ്ടപ്പെട്ടതറിയാം. ഇതൊക്കെ അറിയണ കാര്യം നമ്മൾ. അത് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ റോഡ് ഉണ്ടായാൽ മാർക്സിസ്റ്റ് വരുമ്പോൾ ആ റോഡ് പൂട്ടിച്ചിട്ട് അപ്പുറത്ത് വേറെ റോഡ് ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയ റോഡിലേ പോകുള്ളൂ. അപ്പൊ ഇത്തരം പ്രശ്നം കേരളത്തിലുണ്ട്. പലയിടത്തും അതില്ല. പലയിടത്തും എന്താ വെച്ചാൽ നമ്മളിപ്പം ആരെങ്കിലും ഓഫീസർ വിളിച്ചു പറഞ്ഞാൽ ഉടനെ നടക്കും. ആ ബഹുമാനം ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷെ ഇറ്റ്സ് നാച്ചുറൽ. സാധാരണ കുറേ നഴ്സറി LKG UKG നടത്തുന്ന കുറേ പേരുണ്ട്. ഇതിന് ഏറ്റവും നല്ല പണിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസിൽ LKG UKG വലിയൊരു പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, അവരുടെ പാർട്ട്ണർ ആവാൻ പറ്റുകയാണെങ്കിൽ, അവരിൽ ഈ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ ബിക്കം പാർട്ട്ണർ ടു ദാറ്റ് ആൻഡ് യു എഷ്യൂർ ദാറ്റ് വി വിൽ ഓൾ വർക്ക് ടുഗദർ. നമുക്കൊരു ഇനീഷ്യേറ്റീവ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കിട്ടും. അത് കഴിഞ്ഞിട്ട് യു ഷിഫ്റ്റ് യുവർ ജോബ്. അങ്ങനെയായിരിക്കും നല്ലത്. സ്വന്തം വെഞ്ചർ ചെയ്യുന്നതിനേക്കാളും യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം സംബഡീസ് എക്സ്പീരിയൻസ്. പലരും അങ്ങനെയല്ല. ഇപ്പം നാട്ടിലുള്ള എല്ലാ ഹോട്ടലുകളും ഒരാളും പുതിയതായിട്ട് തുടങ്ങുന്നതല്ല. പഴയ ഹോട്ടൽ വെക്കുമ്പോൾ അത് മേടിക്കുക ചെയ്യാം. കാരണം എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. പിന്നെ എന്തിനാ പേടിക്കണം? അതാണ് ഏറ്റവും എളുപ്പം. എന്താ വേണ്ട പറ. നിങ്ങളുടെ സാധാരണ സ്കൂൾ എന്ന് പറഞ്ഞാൽ ബെഞ്ച്, ഡെസ്ക് ഒന്നുമില്ല. ഇതിലാകെ ഉള്ളത് ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന കുഷ്യൻ ഇല്ലേ, കുഷ്യൻ എടുക്കാം, താഴെ ഇടാം, അതും എടുത്തിട്ട് അവിടെ പോയി കിടന്നുറങ്ങാം, അതും ഇട്ട് അവിടെ പോയി കിടന്നുറങ്ങാം. അതിനാ ഇതുണ്ടാക്കിയത് ഇങ്ങനെ. ഇവിടെ പിള്ളേർ വരുന്ന സമയത്ത് ഇരിക്കാൻ ഇത് ഉപയോഗിക്കും. കിടക്കാനാകുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് മുകളിൽ മച്ചിൽ പോകും. അവന് കിടക്കാനുള്ളതായി. നമ്മൾ മെഡിറ്റേഷൻ പഠിപ്പിക്കും. കിടന്നുറങ്ങാനാകുമ്പോൾ അതിന്റെ മുകളിൽ തന്നെ കിടന്നുറങ്ങും. എല്ലാം 6 ഫീറ്റ് ഞാൻ ഉണ്ടാക്കിച്ചതാണ്. അത് ആ കുഷ്യൻ നിലത്തിട്ട് കഴിഞ്ഞാൽ ഡിഫറെന്റ് കളേഴ്സ്. ഇതിപ്പം സീനിയേഴ്സിനുള്ളതാണ്. RGB ആണ് കുട്ടികളുടെ ആകെ കളർ സെൻസ് എന്ന് പറയുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ, അതാണ് സാധാരണ കളർ സെൻസ്. എല്ലാ കുട്ടികൾക്കും RGB ബേസിക് കളേഴ്സ് മാത്രമേ അറിയുള്ളൂ. റെഡ്, ബ്ലൂ, ഗ്രീൻ പഠിപ്പിക്കാം. ഇൻഡിഗോ പഠിപ്പിക്കാൻ പറ്റും പിള്ളേരെ. അത് പഠിപ്പിക്കരുത് എന്നാണ്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ലിയോ ടോയ്സ് നോക്കൂ. റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ഈ 6 കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 6 കളറിൽ നിങ്ങളുടെ കളിസാധനം ഉണ്ടാവാൻ പാടുള്ളൂ. 6 കളറിലെ ബോൾ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ നിയമമുണ്ട്. ഏത് ബോളിന്റെ കളർ നോക്കിയോ ഈ കളറിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ കുഷ്യൻ എന്ത് ചെയ്യാം? ആ കളറിലുള്ള റക്സിന് ഇട്ടാൽ എന്ത് ചെയ്യും? ക്ലാസ് വളരെ കളർഫുൾ ആവും. ഒരു ഭാഗം റെഡ് ഇടുക, മറ്റേ ഭാഗം ബ്ലൂ ഇടുക. ഒരു ദിവസം ഫുൾ റെഡ് ആയിരിക്കും, പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് പിള്ളേർ വരുമ്പോഴത്തേക്ക് ഫുൾ ബ്ലൂ ആവും. ഈ ചേഞ്ച് ഉണ്ടാവുമ്പോഴാണ് കുട്ടികൾ, മനസ്സിലായോ? ഒരേ സംഭവം കാണുമ്പോൾ അവർക്ക് മഹാബോറ. ഇപ്പൊ എന്നോട് ആരോ ചോദിച്ചത് എവിടെയാ സ്കൂൾ തുടങ്ങിയെന്ന് ആദ്യം വേണം അല്ലേ? ആദ്യം ചെയ്ത സ്കൂളിൽ എന്താ വെച്ചാൽ വാഷ്റൂമിലേക്കുള്ള ഡോറില്ലേ, അത് വലിയൊരു മീനിന്റെ പടമാണ്.
ഇപ്പം നമ്മൾ മൊണോട്ടോണി എന്ന് പറയുന്നത് ആ ഒരു പടം ഒന്നുമില്ലല്ലോ, സാധാരണ ഒരു പടം പ്രിന്റ് ചെയ്തിട്ട് ഒട്ടിച്ചതല്ലേ അല്ലേ? ഐ ക്യാൻ റിമൂവ് ഇറ്റ് ആൻഡ് പുട്ട് അനദർ. ഓരോ ദിവസം വരുമ്പോഴത്തേക്കും പടം വ്യത്യാസമായിരിക്കും. ഒരു തീം ഉണ്ടാക്കും ക്ലാസ്സിൽ. ഇപ്പൊ ക്ലാസ്സിലെ വാളുകൾക്കൊക്കെ ഇതിപ്പോ ഓപ്പൺ അല്ലാത്തൊരു വാൾ ഉണ്ടെന്നായിരിക്കും ഇവിടെ. ആ വാളിൽ ഉണ്ടാവുന്ന ഒരു ദിവസം അക്വേറി ആയിരിക്കും, പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് അത് അക്വേറി അല്ല ഫോറസ്റ്റ് ആയിരിക്കും. അവർ പഠിക്കും, വ്യത്യസ്തമായ സംഭവം പഠിക്കുമല്ലോ. ഒരു ദിവസം സിറ്റി ആയിരിക്കും, അത് ലണ്ടൻ സിറ്റിയുടെ പടമായിരിക്കും, പിന്നെ ഈഫിൽ ടവറിന്റെ പടമായിരിക്കും. ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ, 150 റുപ്യൊക്കെ ഉള്ളൂ ഒരു 2 മീറ്റർ ബൈ 2 മീറ്റർ പ്രിന്റ് ചെയ്യാൻ. പക്ഷെ അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് ഉണ്ടല്ലോ, കുട്ടികൾക്ക് ഭയങ്കര ത്രില്ലായിരിക്കും. അവർ വീട്ടിൽ നിന്ന് ആലോചിക്കും ഇന്ന് എന്താ ഉണ്ടാവുക, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർ അട്രാക്ട് ചെയ്യപ്പെടും. ഒരേ സാധനം ഉണ്ടായാൽ നമ്മൾ അട്രാക്ട് ചെയ്യില്ല, വ്യത്യസ്തം വരുമ്പോഴേ അത് കാണാനുള്ള കൊതി ഉണ്ടാവും. ആ കൊതി വരുമ്പോൾ പിള്ളേർ വരും. അപ്പോൾ ഫർണിച്ചർ ഇല്ല. ഇനി വലിയ ആൾക്കാർക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് കുഷ്യൻസ് ഓൺ വിച്ച് യു ക്യാൻ സിറ്റ്. കാരണം ഈ ഇരിക്കുന്ന ഇരിപ്പ് ശരിക്കും തെറ്റാണ്. ശരിക്കും ഇരിക്കേണ്ടത് നമ്മൾ ഇരിക്കുമ്പോൾ ചമറമടഞ്ഞിരിക്കല്ല, നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ. അതിനാണ് ഈ കുഷ്യൻ ഉണ്ടായത്. കുറേ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന 48 കുഷ്യൻ ഉണ്ടായിരുന്നു ഇവിടെ, ചെറുത് 48 കുഷ്യനുണ്ടായിരുന്നു. മോഷ്ടിച്ചാന്ന് പറയാൻ പറ്റില്ല, ആരോടത്തും അവർക്ക് ആവശ്യത്തിന് അത്രയും പറയും, മോഷ്ടിക്കാന്നും പറയാറില്ല. അവരുടെ വീട്ടിലെ ആവശ്യത്തിന് അവർ കൊണ്ടുപോയി. ഫാൻ അടക്കം, എമർജൻസി ലാമ്പ് പലതും കൊണ്ടുപോയി, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അത് കൊണ്ടുപോയിട്ട് അത് ഒരു 4 കുഷ്യൻ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുമ്പോൾ അറിയാം ആ സീറ്റിന് എത്ര. അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഹൗ ടു സിറ്റ് ഡോക്ടർ TPS എന്ന് അടിച്ചാൽ എങ്ങനെ യോഗാസനത്തിൽ ഇരിക്കണമെന്ന് മാത്രം പഠിപ്പിക്കുന്ന വീഡിയോ ഉണ്ട്. നമ്മൾ കംഫർട്ടബിൾ ആണോ, നമ്മുടെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആവുന്ന സമയത്ത് എങ്ങനെ ഇരിക്കണം. സോ യുവർ സീറ്റ് ഈസ് അറ്റ് എ സീറ്റ് ലെവൽ. നമ്മൾ പണ്ട് പലക വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഒരേ പലക അല്ലല്ലോ. ചെറിയ കുട്ടികൾക്ക് ചെറിയ പലക, വലിയ കുട്ടികൾക്ക് വലിയ പലക. നമ്മുടെ സീറ്റിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ പലക കംഫർട്ടബിളും അൺകംഫർട്ടബിളും. വലിയ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അണ്ടർസ്റ്റുഡ്? അതിരുന്നാൽ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആവും. അതാണ് പണ്ടൊക്കെ ഇരിക്കാനുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഹൈദരാബാദിൽ ഇരിക്കുമ്പോൾ ഇതുപോലെയല്ല, ഒരു സീറ്റ് ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന സമയത്തും ഈ ഒരു താഴത്തൊരു കുഷ്യൻ ഉണ്ട്. കുഷ്യൻ്റെ ആവശ്യമില്ലല്ലോ ഈ സീറ്റ് ചെയറിന്. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ ഇരിക്കാം, കുറേ ശ്രമിക്കും. അപ്പൊ ആ കുഷ്യൻ ഒരു എഫക്റ്റ് ഉണ്ടാവും. ദെൻ യു ബിക്കം മോർ കംഫർട്ടബിൾ. അങ്ങനെ ടീച്ചേഴ്സിന് വേണമെങ്കിൽ അങ്ങനെ ആവാന്ന് മാക്സിമം. വാട്ട് ഐ എം സേയിങ് ഈസ് ദർ ഇസ് നോ ഫർണിച്ചർ. വേറെ ഒരു ഫർണിച്ചർ ഉണ്ടാവില്ല. അപ്പോഴേ ഓടിക്കളിക്കാനും നിൽക്കാനും. ഫർണിച്ചറിലായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ മൂവ്മെന്റ് കുറയും. അതല്ലാത്ത സമയത്ത് വി സ്റ്റാർട്ട് മൂവിങ്. അതുണ്ടാവണം, അതാണ് അത്യാവശ്യമായിട്ട് വരുന്നത്. ഫൈൻ, കളർഫുൾ ആവണം, ഫർണിച്ചർ ഉണ്ടാവണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെന്ത് വേണം? പിന്നെന്ത് വേണം? പിക്ചേഴ്സ്. പിന്നെ ഇപ്പൊ നമ്മൾ 3 ഡയമെൻഷനിൽ ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ വാഷ്റൂമിന്റെ ഇതെന്ന് പറയുന്നത് തെർമോക്കോൾ കൊണ്ട് നല്ലപോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചിട്ട് പെയിന്റ് ചെയ്യാം. എലിഫന്റിനെ തെർമോക്കോൾ ഉണ്ടാക്കാൻ എന്ത് എളുപ്പം? സ്കൾപ്ചർ ചെയ്യാം, അതിനകത്ത് പെയിന്റ് അടിക്കും. ഞാൻ പറഞ്ഞു, ഇന്നലെ പോയ സ്കൂൾ കണ്ടില്ലേ? ഇത് പണ്ട് നമ്മൾ ചെയ്തത് അതേപോലെ. ഗേറ്റ് വളർത്തുക. ഇപ്പൊ ആ കാണുന്ന സാധനം ഇത് ഞാൻ ചെയ്യുന്നതിന് മുമ്പാണ്, ഈ വീട് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ എടപ്പാളിലുള്ള സ്കൂൾ തുടങ്ങിയത്. ആ സമയത്ത് വിബ്ജിയോർ കളറാണ് എൻ്റെ ഗേറ്റ്. ആ ഓരോ ഷീറ്റില്ലേ, ആ ഷീറ്റിനൊക്കെ പെയിന്റാണ്, വ്യത്യസ്തമായ കളറുകൾ. കാണുമ്പോൾ തന്നെ ഭംഗി ഉണ്ടാവുമല്ലോ, മനസ്സിലായി? സാധാരണ സ്കൂളിൽ അങ്ങനെ ചെയ്യാറില്ല. ഉണ്ടോ വിബ്ജിയോർ ഡിഫറെന്റ് കളേഴ്സ് ടു ഗെറ്റ് അട്രാക്റ്റഡ്. അപ്പൊ കുട്ടികൾ പഠിക്കും, ഓ ഇതാണ് വിബ്ജിയോർ. പിന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, വിബ്ജിയോർ എല്ലാ ദിവസവും കാണുമല്ലേ. അങ്ങനെ വ്യത്യസ്തമായ അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണ് ചെയ്യേണ്ടത്. പിന്നെ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, പഠിപ്പിക്കുക, അതാണ് പഠനം. അതുകൊണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പൂട്ടിയിടലല്ല, ചുറ്റും നടക്കണം, നടന്നിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുക. ഇന്നലെ വന്ന ഷറഫില്ലേ, ഷറഫ് അവിടുത്തെ മാനേജർ ആയിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന് അവിടെ ട്രെയിനിങ് കൊടുത്ത് ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് ക്രിയേറ്റീവ് ആണ് ടീച്ചേഴ്സ്. ക്രിയേറ്റീവ് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ക്രാഫ്റ്റ്, ആർട്ട് ഇതൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവണ്ടേ, വരക്കാൻ താല്പര്യം ഉണ്ടാവണം. അത് പഠിപ്പിക്കാം, വരക്കാൻ പഠിപ്പിക്കാമല്ലോ.
വരക്കാൻ പഠിപ്പിക്കട്ടെ നിങ്ങളെ? Yes. ഉം? Yes. ആർക്കൊക്കെ താല്പര്യമുണ്ട്? അമ്മമ്മ മാത്രം കഴിയില്ല. ഇങ്ങോട്ട് വാ, അമ്മമ്മ ഇപ്പുറത്തിരിക്കും. ഗെറ്റ് ഔട്ട് ഹൗസ്. അയാൾ അപ്പുറത്തിരിക്കും. ഒരാളും അല്ല, നല്ല ആർട്ടിസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഞാനതല്ല, എൻ്റെ അത് പഠിപ്പിക്കുന്നത് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പഠിപ്പിക്കലാണ്. നിങ്ങൾ ആർട്ടല്ല പഠിപ്പിക്കുന്നത്, എങ്ങനെ കുട്ടികളെ നമ്മൾ ആർട്ട് പഠിപ്പിക്കണം. എല്ലാവരുടെ കയ്യിലും പേനയും പേപ്പറും ഇല്ലേ? കൈ ഇങ്ങനെ പിടിച്ചാൽ വരക്കാൻ പഠിക്കും. വളരെ എളുപ്പമായി ഞാൻ പഠിപ്പിക്കാം. ഇയാളെന്ത് ഇങ്ങോട്ട് നോക്കിയിരിക്കണം? അങ്ങോട്ട് നോക്കിയിരിക്കുക. അയാളെ 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ഒരാളെ പുറത്താക്കാൻ വേണ്ടി കാത്തിരിക്കുന്നേ. കറക്റ്റ് ആയിട്ടാ വന്നേ. നോക്കിയില്ലേ? ഇയാളുടെ മുഖം ഇയാൾ വരയ്ക്കാം, മറ്റയാളുടെ മുഖം മറ്റയാൾ വരയ്ക്കാം. വരയ്ക്ക്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാം എന്താ ചെയ്യുന്നത്, എങ്ങനെ വരക്കേണ്ടത് പഠിപ്പിക്കാം. ആദ്യം നിങ്ങൾക്ക് എത്ര വരക്കാൻ പറ്റും അറിയണ്ടേ? വരയ്ക്കും. അപ്പൊ ഞാൻ അമ്മൂമ്മേനെ ഒഴിവാക്കിയ തന്നെയാ. എനിക്കൊരാൾ കുറയണം. വരയ്ക്ക്. അങ്ങോട്ട് നോക്കിയിട്ട്. ഉപ്പാന്റെ മുഖേ മനസ്സിലുള്ളൂ, അല്ലെങ്കിൽ ഉമ്മാന്റെ മുഖം. നീ മോളെ അയാളെ വരക്കണ്ട, നീ ഉമ്മാന്റെ മുഖം വരക്ക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ കുട്ടികളെ നമ്മളിങ്ങനെ ഒരു അസൈൻമെന്റ് കൊടുത്തു വിചാരിക്കും. ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ. ഏതെങ്കിലും ടീച്ചർമാർ കൊടുക്കാറുണ്ടോ ഇങ്ങനെ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ക്രിയേറ്റീവ് ആവണം. ഇതെന്നെ ആര് പഠിപ്പിച്ചതാ? ആരും പഠിപ്പിച്ചതല്ല, എനിക്ക് തോന്നിയതാ. അധിക സമയം തരില്ല. ഇന്ന് വൈകുന്നേരം വരുന്ന വരക്കാൻ പാടില്ല. അത്ര വിശദമായിട്ടൊന്നും വരക്കണ്ട. റഫായിട്ട് വരച്ചാ നേരെ മുമ്പിലിരിക്കുന്ന ആളുടെ മുഖം വരയ്ക്കുക. ആ ഞാൻ പറയുന്നത് എന്തറിയോ, നമ്മൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോ വെർട്ടിക്കൽ മിക്സിംഗ് ഉണ്ടല്ലോ, ആ കുട്ടികൾ അന്യോന്യം എന്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവും ഇങ്ങനെ ചെയ്താല്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ പഠിപ്പിക്കുന്ന വരക്കാനല്ല, ഹൗ ടു അവരെ നോക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോഴാണ് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. ഇത് ഞാൻ മാനേജ്മെന്റ് ട്രെയിനിങ്ങിലൊക്കെ ചെയ്യുന്നതാ. നമ്മുടെ ട്രെയിനിങ് എൻറ്റയർലി ഡിഫറെന്റാ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യുമ്പോൾ. ഇനി ഒരു കാര്യം പറയാം, ഇതെങ്ങനെ വരക്കണം എന്ന് ഞാൻ പഠിപ്പിക്കാം. എല്ലാ മനുഷ്യന്മാരുടെയും മുഖം മാക്സിമം ഓവൽ ഷേപ്പാണ്. ഇറ്റ്സ് എൻ എലിപ്സ്. എൻ്റെ മുഖം നോക്കൂ, എലിപ്സ് അല്ലേ? ആ എലിപ്സിൽ വരയ്ക്കുമ്പോൾ ഉള്ള മേജർ റൂള് 1/3 ആണ്. ആണോ അല്ലേ നോക്ക്. ഇപ്പൊ വരക്കണ്ട, ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ എല്ലാരും എന്റെ മുഖം വരച്ച വേണമെങ്കിൽ റൈറ്റ്, ഡ്രോ ദ ഓവൽ. ഓക്കെ, അതിനെ 3ആയി ഭാഗിക്കുക. ഇതിവിടെയാണ് മുടി. ആ മുടിയുടെ ഭാഗം മുടി വരച്ചിട്ട് കളയാം. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം, ഈ കണ്ണ് അവസാനിക്കണ്ടല്ലോ, അവിടെയാണ് എൻ്റെ ചെവി തുടങ്ങുക. അതുകൊണ്ടാണ് കണ്ണട ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഭഗവാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ ഈ പുരിക ഇങ്ങനെ ഉണ്ടല്ലോ, അത് തീർന്ന് കണ്ണ് ഇവിടെ തുടങ്ങുമല്ലോ, നേരെ വരച്ച ചെവി തുടങ്ങും. നിങ്ങൾ പലപ്പോഴും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആസ്പെക്ട് റേഷ്യോ ഓഫ് യുവർ ഫേസ് ഈസ് ഗോൺ. ആ ഷേപ്പ് വരയ്ക്കും. ചിലരുടെ മുഖം ഇവിടെ കുറച്ചിങ്ങനെ മുമ്പോട്ടാന്നിരിക്കും. ആ ഫേസ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ തന്നെ ഓവലാക്കരുത്. അച്യുതാനന്ദന്റെ ഒക്കെ വരക്കാന്നിരിക്കും. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കാർട്ടൂൺ കണ്ടിട്ടില്ലേ, അത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് അവർ. നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇയാളുടെ മുഖം വരയ്ക്കുമ്പോൾ റൗണ്ട് ആക്കണോ, അല്ല ചിലരുടെ മുഖം ഇവിടെയൊക്കെ ഇങ്ങനെ പരന്നിട്ടാവും, ഒരു സ്ക്വയർ പോലെ ആയിരിക്കും. അത് ഈ ഭാഗം മാത്രം ഇങ്ങനെയാവും. അപ്പൊ അത് നോക്കിയിട്ട് ഏകദേശം ഓവലാണോ, അതോ ഈ ഭാഗം ഇങ്ങനെ ആയിട്ടുണ്ടോ, ഈ ഭാഗം ഇങ്ങനെ ആയിട്ടുണ്ടോ. ചിലരുടെ നെറ്റി വളരെ വലുതായിരിക്കും. ഇവിടെ എത്തുന്ന സമയത്ത് ഇതിലൂടെ കുറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തടിയുള്ളവരുടെ. അപ്പൊ താടിയുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? താഴത്തൊരു റൗണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ഹാഫ് റൗണ്ട് വരച്ച പോലെ ഇരിക്കും ചിലരുടെ മുഖം. ടോട്ടൽ
ഓവലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 3ആയിട്ട് ഭാഗിച്ചിട്ട് ഈ ഭാഗത്ത് കണ്ണ്, ഈ ഭാഗത്ത് ചെവി, ആ ചെവി തീരുന്ന ഈ താഴെ ഭാഗം ഉണ്ടല്ലോ അത് നേരെ അടിച്ച വായടിക്കും. കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി ഈ ചെവിയുടെ ആണ് ഷേപ്പ് തരുന്നത്. ഇപ്പം എൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഞാൻ ഷേപ്പ് മാറ്റി കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഈ ചെവി കുറച്ചിങ്ങനെ മാറ്റി എൻ്റെ ഷേപ്പ് മാറി ഇല്ലേ, മുഖം ആകെ മാറും. അപ്പൊ ഈ ചെവി കണ്ണിന് വലിയ വ്യത്യാസമൊന്നുമില്ല, കണ്ണിന്റെ ബേസും കണ്ട വ്യത്യാസമൊന്നുണ്ട്, ചുണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചുണ്ട് വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ ഈ ക്രോസ് ഇങ്ങനെ വരയ്ക്കുക, ഒരു ചെറിയൊരു ക്രോസ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ ക്രോസ് ഇങ്ങനെ വരച്ചിട്ട് അത് ജോയിൻ ചെയ്യുന്ന വരച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണ് സാധാരണ ഈ പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അവരങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് അത് ഇങ്ങോട്ട് അടുപ്പിച്ച് ഇങ്ങോട്ടാ ചെയ്യുക. അങ്ങനെയാണ് മേക്കപ്പ് ഒക്കെ പഠിപ്പിക്കുക. അപ്പോൾ ജസ്റ്റ് ക്രോസ് ഇറ്റ് ലൈക്ക് ദിസ്, എന്നിട്ട് താഴത്തേക്ക് അങ്ങോട്ട് വരയ്ക്കുക. ഇത് എത്ര താഴത്ത് വേണം എന്നുള്ളത് ചിലരുടെ വ്യത്യാസം ഉണ്ടാവും. ചിലരുടെ ക്ലോസ്ഡ് ലിപ്പായിരിക്കും, ചിലർ ഓപ്പൺ ലിപ്പായിരിക്കും, അത്ര ഉണ്ടാവുള്ള വ്യത്യാസം. പിന്നെ നോസോ ജസ്റ്റ് സി, ആ നോസ് തീരുന്നത് നേരെ നോക്കുമ്പോൾ ഇവിടെ എത്തുന്നുണ്ടോ, ഈ ഗ്യാപ്പ് എത്രയുണ്ട്, ആ ഗ്യാപ്പ് ചിലരുടെ മൂക്ക് മുകളിലോട്ടായിരിക്കും. ആർ യു സീയിങ് ദ നോസ്റ്റിൽസ്? എൻ്റെ മൂക്ക് അങ്ങനെയല്ല, താഴത്തോട്ടാണ്. അത് കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ മൂക്കിന്റെ ഷേപ്പ് പോയി. അത് ഒബ്സർവ്, ഇനിയൊന്ന് ഒബ്സർവ് ചെയ്ത് വരച്ചു നോക്കും നിങ്ങൾ, യു വിൽ ഇംപ്രൂവ് 100%. മനസ്സിലായോ? പിന്നെ ഹെയർ ഒക്കെ ഇറ്റ്സ് ഓക്കെ, സിമ്പിൾ. ആദ്യം നമ്മൾ ചെയ്യാൻ, നിങ്ങളൊക്കെ ആദ്യം വരയ്ക്കുന്നത് ഈ ആസ്പെക്ട് റേഷ്യോ നോക്കുന്നില്ല, ജോമെട്രി നോക്കുന്നില്ല. ആ ജോമെട്രിയാണ് ഏറ്റവും അത്യാവശ്യം. ആ സൈസ് കറക്റ്റ് ആയാൽ, ഈ റേഷ്യോയും കറക്റ്റ് ആയാൽ അതിൽ ഇടയിൽ ഫില്ല് ചെയ്യല്ലേ വേണ്ടു. ഇത്ര എളുപ്പമാണോ? ഇനി ഒന്ന് വരച്ചു നോക്ക്, ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പം ഇമ്പ്രൂവ് ചെയ്ത് കാണിച്ചത്. പിന്നെ രണ്ടാമത്, ചിലരുടെ മുഖം ഏറ്റവും ശ്രദ്ധിക്കുന്നത്, ചിലരുടെ മുഖം ഹാപ്പി ഫേസ് ആണ്. ഹാപ്പി ഫേസ് ആകുമ്പോൾ കണ്ണ് മുകളിലേക്ക്, നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ വരച്ചാൽ ഹാപ്പിയാണ്, ഇങ്ങനെ വരച്ചാൽ. ജോക്കർമാരുടെ ഇങ്ങനെ വരയ്ക്കാം വായ, ചിലരുടെ വായോ ഇങ്ങനെ വരയ്ക്കാം. ചിലരുടെ മുഖം നോക്കുമ്പോഴേ സന്താപമാണ്, അവരുടെ വായ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കർവ് ഉണ്ടാവും. ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്നിക്ക് സ്ട്രൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ അപ്പായിരിക്കും. ആ ഫോൾഡിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഹാപ്പിനെസ്സും നോൺ ഹാപ്പിനെസ്സും ഉണ്ടാവും. അപ്പൊ നിങ്ങളിപ്പോ മുഖം നോക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കും. നോക്കിക്കോളൂ, ഇപ്പൊ നോക്കിയിട്ടുള്ളൂ കാര്യം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നോക്കൂ, നിങ്ങൾ ഇപ്പൊ കണ്ടവരല്ലേ, ആണോ അല്ലയോ? ആ റിലേഷൻഷിപ്പ് എത്ര മാറി എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? ഇതാണ് അസൈൻമെന്റ്സ്. നമ്മളെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ്സ് കിട്ടുമ്പോൾ നമ്മൾ വി വിൽ ഇംപ്രൂവ് അവർ റിലേഷൻഷിപ്പ്. ഇത് കുട്ടികളിലും ഉണ്ടാവും, അല്ലെങ്കിൽ അടികൂടും. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് ആണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് കേരളത്തിൽ എപ്പോഴും കുറവ്. കട്ട് ഫ്രൂട്ട്സ്, കട്ട് വെജിറ്റബിൾസ്, ആ ഹാബിറ്റേ നമുക്കില്ല. ഒന്ന് ഫൈബർ, മിക്കവാറും കുട്ടികൾക്ക് അസുഖം ഉണ്ടാവുന്നത് വയർ പ്രോബ്ലം. അപ്പൊ അത്യാവശ്യമായിട്ട് ഒരു ഹാബിറ്റ് ഉണ്ടാക്കേണ്ടത് എന്താണ്? ഹെൽത്തി ഫുഡ്, ഭക്ഷണം. പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അല്ല കേരളത്തിലല്ല, ഇന്ത്യയിലാണ് വിശിഷ്യ, എണ്ണയിൽ വറുത്ത സാധനവും ഒക്കെയാണ് നോർമൽ. അത് മോശം നമുക്കൊക്കെ അറിയാം, പക്ഷെ നമ്മൾ അഡിക്റ്റ് ആയിപ്പോയി. മനസ്സിലാവുന്നു? അപ്പോൾ സ്കൂളിലെങ്കിലും വറവുകൾ, ചിപ്സ്, അത്തരം സാധനങ്ങൾ കൊടുക്കുക. ഒക്കെ ഫ്രഷ്, എവറിഥിങ് ഫ്രഷ്. ഓക്കെ, ഞാനൊക്കെ പല സ്കൂൾസിലും പറയാറുള്ളത്, ഒന്നും കൊടുത്തേക്കരുത്, വി വിൽ ഫീഡ് ദം എന്ന് പറയാം. ബോംബെയിലൊക്കെ ഉള്ള നല്ല സ്കൂൾസിലൊക്കെ ഞങ്ങളും ഡിസ്കസ് ചെയ്തത്. ഏറ്റവും കൂടുതൽ കുക്ക്ഡ് ഫുഡ് എന്ന് പറയുന്ന സമയത്ത് എന്താ വെച്ചാൽ കുറെ സമയം, നമ്പർ 1. നമ്പർ 2, അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതിയാവും. പിന്നെ കളർഫുൾ അല്ല, കുട്ടികൾക്ക് എപ്പോഴും കളർഫുള്ളാണ് ഇഷ്ടം. ഇനി അഥവാ കളർഫുൾ ഉണ്ടാക്കാന്ന് വിചാരിക്കും, ഞാൻ പറഞ്ഞല്ലോ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്തും അതിനകത്ത് ക്രാഫ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു ലിപ്സ് ഉണ്ടാവും, ഒരു കണ്ണുണ്ടാവും, 2 കണ്ണുണ്ടാവും, ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുക. അതുപോലെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇഡ്ഡലി ഒരു ദിവസം റെഡ് ആയിരിക്കും, ഒരു ദിവസം പാലക്ക് മിക്സ് ചെയ്ത് ഗ്രീൻ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ വ്യത്യസ്തമായ കളർഫുൾ ആക്കുക, അത് ഒരു 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 ബേസിക് റിക്വയർമെന്റ് ആണ്. അതുപോലെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഈ തേങ്ങ ഇടുന്നതിന് പകരം ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഒക്കെ ഇടും അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് കളർഫുൾ ആവും. അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ മാറ്റാൻ സാധിക്കണം. വരൂ വരൂ
അപ്പൊ ഇതിലിപ്പോ നമ്മള് ഇവർക്ക് കുക്കഡ് ഫുഡൊന്നും കൊടുക്കണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, നമ്മളിപ്പം എന്താ വെച്ചാൽ ഇത് ഇപ്പൊ നമ്മള് പിള്ളേരുടെ ഒരു ഷെയറിംഗ് എബിലിറ്റി വേണം. ആ. അപ്പൊ ഞാൻ പറയുന്നത് ഈ പൊട്ട്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? പൊട്ട്ലോക്ക്, POT, ഗൂഗിൾ ചെയ്ത് നോക്ക് പൊട്ട്ലോക്ക് എന്താ അർത്ഥം. വരൂ ഇവിടെ ഇരിക്കും. ഓ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഓൾറെഡി. ആരാ വരുന്നത്? വരും. ആരൊക്കെയാ? ഇരുന്നോളൂ, നോ പ്രോബ്ലം. കമാൺ. നമസ്കാരം. ഇവരാ നമ്മളെ സംസാരിച്ചത്? ഇയാളാ സംസാരിച്ചത്. ഓക്കെ. POT LUCK പൊട്ട്ലോക്ക് എന്ന് പറഞ്ഞാൽ കാണാം അതിനകത്ത്. അപ്പോൾ അത് എ മീൽ ഓർ പാർട്ടി ടു വിച്ച് ഈച്ച് ഓഫ് ദ ഗസ്റ്റ് കോൺട്രിബ്യൂട്ട് എ ഡിഷ് എന്നാണ്. ഇപ്പൊ കുറെ പേര് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങളൊക്കെ വരുന്നവരൊക്കെ വ്യത്യസ്തമായ ഭക്ഷണം കൊണ്ടുവന്നിരുന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ എങ്ങനെ ഉണ്ടാവും? കുറേ ഡിഫറെന്റ് ടേസ്റ്റ്, അതെങ്ങനെ ഉണ്ടാക്കുന്നത് പഠിക്കും, അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് ഒരു ലേണിംഗ് പ്രോസസ്സും കൂടിയാണ്. ഡിഫറെന്റ് ടേസ്റ്റ്. ഇപ്പൊ മിക്കവാറും കുട്ടികൾക്ക് പറ്റുന്ന എന്താണ്? എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിത് ഇഷ്ടമാണ്. അതിപ്പം ഓരോ കുട്ടികളും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന രീതിയിലായൂല്ലേ? അവർ കൊണ്ടുവരിക, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാം. നമ്മൾ പണ്ട് പഠിപ്പിക്കാറുണ്ടല്ലോ അല്ലേ? സഹനാവവതു സഹനോ ഭുനക്തു. ഇത് പാടിയിട്ട് എന്താ കാര്യം? ഇതുവരെ സ്കൂളിൽ വരുന്ന സമയത്ത് ഭക്ഷണം ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഷെയർ ചെയ്ത ശ്രീശനാണ് എൻ്റെ 8ാം ക്ലാസ്സിലെ ഏറ്റവും നല്ല ഫ്രണ്ട്. അവൻ ഇപ്പോഴും പറയും, ഞാൻ ഇവിടുന്ന് നേരിയ ദോശന്റെ മുകളിൽ നല്ല ഉള്ളി വറവിട്ടിട്ട് കൊണ്ടുപോയിട്ട് ഫോൾഡ് ചെയ്യും, അവൻ വേറെ എന്തെങ്കിലും കൊണ്ടുവരും, ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിയും. അപ്പൊ സഹനവും ഭുനക്തു തന്നെയാണ്. ആ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാൻ കൂടെ കഴിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് കൂടുക. റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം കുട്ടികളുമായിട്ട് മിക്സ് ചെയ്യുന്നോ ആ സമയത്ത് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇപ്പൊ പൊട്ട്ലോക്ക് ആവണം പാകം ചെയ്തത്. അപ്പൊ റെസ്പോൺസിബിലിറ്റി നമുക്കില്ല. അല്ലെങ്കിൽ കുക്ക് വേണം. ഇത് ഒരാൾ പോരെ കട്ട് ചെയ്യാൻ, മനസ്സിലാണ്ടോ? പിന്നെ വേസ്റ്റ് വന്നാൽ അത് കളയേണ്ടി വരും. ഇവർ കൊണ്ടുവരുന്ന അവർക്ക് കഴിക്കാനുള്ളതല്ലേ കൊണ്ടുവരുള്ളൂ. അത് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാൻ പറ്റും, വ്യത്യസ്തമായ ടേസ്റ്റായി. അത് അമേരിക്കയിലെ വലിയൊരു പാർട്ടി സിസ്റ്റമാണ്. നമ്മളിപ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുമ്പോൾ എന്ത് കഷ്ടപ്പാടായി ഈ വീട്ടുകാർക്ക് വിളിക്കാൻ. അതുകൊണ്ട് ഒരു ദിവസമല്ലേ വിളിക്കുള്ളൂ, അതുമില്ല, പതിവില്ല. പോട്ട്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, എല്ലാ ആഴ്ചയും ഉണ്ടാവും. ഞാനൊക്കെ പോട്ട്ലോക്കിൽ സ്ഥിരം പോകുന്നു. നമ്മൾ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് എന്നിട്ട് തീരുമാനിക്കും നിങ്ങൾ ഇന്നാണ് കൊണ്ടുവരുന്നത്, ഇന്ന. അവിടെ എങ്ങനെയാണ്. പക്ഷെ ഇവിടെ ടിഫിൻ അല്ലേ, അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഷെയർ ചെയ്യാമല്ലോ. ഒരു ബിറ്റ് ആണെങ്കിൽ ഒരു ബിറ്റ്, ആൻഡ് യു മേക്ക് യുവർ ഓൺ പെയർ, അല്ലെങ്കിൽ യു കീപ് എക്സ്ചേഞ്ചിങ് ദ പെയേഴ്സ്. ഓരോ ദിവസം ടേസ്റ്റ് ചെയ്യാലോ, അല്ലെങ്കിൽ എത്ര ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ല അത് ഇല്ല. എന്ത് അല്ല, അത് ഞാൻ പറയുന്നത് എത്ര കഴിച്ചാലും ആദ്യം മനസ്സിലാക്കണം. മമ്മൂട്ടിയുടെ ഒരു ഇന്റർവ്യൂവിൽ മമ്മൂട്ടിയോട് ചോദിച്ചിട്ടുണ്ട്, ഭക്ഷണത്തിൽ വല്ല റെസ്ട്രിക്ഷൻ ഉണ്ടോ? മമ്മൂട്ടി പറഞ്ഞെന്താ അറിയോ? എന്തും കഴിക്കാം, പക്ഷെ കുറച്ചേ കഴിക്കും. നമ്മുടെ കുഴപ്പം എന്താണ്? ഒരേ സാധനം കുറെ കഴിക്കുന്നതാണ് നമ്മുടെ കുഴപ്പം. അതില്ലാണ്ടിരുന്നാൽ മതി. എല്ലാവരും എണ്ണ മാത്രം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നില്ലല്ലോ. അത് കുറച്ച് പേരെന്തെങ്കിലും കൊണ്ടുവരും. ഷെയർ ഇറ്റ്. ഇഫ് യു ഡോണ്ട് ലൈക്ക്, ഡോണ്ട് ഈറ്റ്. അതൊരു നല്ലതല്ലേ. നമ്മൾ ഒരു വടയും 3 ഇഡ്ഡലി അല്ലേ കഴിക്കുള്ളൂ. 3 ഇഡ്ഡലി ഒരു വടയും കഴിക്കുന്നതല്ല. ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിച്ചു, അതേപോലെ ചോദിച്ചല്ലേ, സെയിം തന്നെ ചോദിച്ചത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാണോ ഇതൊക്കെ ചോദിച്ചത്. ഇതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നല്ലോണം അത് ഉപയോഗിക്കണം. അതിന് ക്രിയേറ്റീവ് ആണ് ടീച്ചേഴ്സ്, അപ്പോഴേ പറ്റുള്ളൂ. പിന്നെ അടുത്തത് തീർത്തോട്ടെ, കുറച്ച് ഒന്ന് കണ്ടു തിരക്കിലല്ല. ഭക്ഷണം കഴിച്ചിട്ടേ പോളൂ. ആരുടെ ഓർഡറാ? കണ്ടിട്ടുണ്ടായിരുന്നേ ഇതിനു മുമ്പില്ലല്ലോ? ഉണ്ടാ? പക്ഷെ അത് എത്രയോ കൊല്ലായി. ഞാൻ തളിപ്പറമ്പ് ഒരു പ്രഭാഷണത്തിന് പണ്ട് വാസ്തുവിനെ കുറിച്ച് പ്രഭാഷണത്തിന് വന്നിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് വാസ്തുവിന്റെ പ്രഭാഷണം, അത് വാസ്തവെന്നൊന്നും അറിയില്ല, അവിടെ എത്തുമ്പോൾ അറിയണം.
പക്ഷെ അന്ന് ഇവരുടെ അച്ഛൻ പയ്യന്നൂർ കേശവനാചാരി, എൻ്റെ ഗുരു, അദ്ദേഹം ഒരാളെ അയച്ചിരുന്നു, 2 പേര്. അറിയാം നിങ്ങളത്? ആ കഥയൊന്നും അറിയില്ല? 2 പേരെ അയച്ചിരുന്നു. ഇത് ആരാണ് ഇവിടെ വന്ന് വാസ്തുവിനെ കുറിച്ച് പറയുന്നത് അറിയാം. എന്നിട്ട് ഞാൻ തുടങ്ങിയത് തന്നെ പയ്യന്നൂർ കേശവനാചാര്യാണ് എൻ്റെ ഗുരു. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടാണ് കുറച്ച് പഠിച്ചത്. അവരോടനെ വിളിച്ചു പറഞ്ഞു നമ്മൾ അളഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തെ വന്നിട്ട് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് ഫോട്ടോഗ്രാഫർ, സംഘം സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട് ഞാൻ ദക്ഷിണ വെക്കുന്നതൊക്കെ. അപ്പം എൻ്റെ ഗുരുവിൻ്റെ മകളാണ്. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ ഈ ടി വിയിൽ വന്നിട്ട് കണ്ടിട്ടാണ് അല്ലേ, അങ്ങനല്ലേ പരിചയപ്പെട്ട ഇയാള് മോള് എന്ത് ചെയ്യണു? എന്താ പഠിക്കണം? എണീറ്റോ? എന്താ പഠിക്കണേ? അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കണേ. സയൻസ്. നീ എന്നോട് സംസാരിച്ചല്ലേ? എന്നിട്ടാണ് ഇങ്ങനെ നല്ല വിചാരിച്ച കണ്ടത്. ഇവരോ? അപ്പൊ നിങ്ങൾ കൂടെ താമസിക്കുന്നത്? അതെ. ഞാൻ കോറത്തുണ്ടായിന്. ആ സമയത്ത് നമ്മൾ പരിചയമില്ലല്ലോ. കോറത്ത് ശ്രീനാരായണ ഗുരു കോളേജില്ലേ, അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട്, അതിന്റെ ചീഫായിട്ട് 2 കൊല്ലം ഉണ്ടായി. തുടങ്ങിയതല്ല, 2011-13 അല്ല 13-14 അല്ല 11-12-13 ആ സമയത്ത്. എന്തിനാ വെച്ചാൽ ഞാൻ ഈ വീട് മോഡിഫൈ ചെയ്യായിരുന്നു. അപ്പോൾ സ്ഥിരം എനിക്കിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, വൈകുന്നേരം രാവിലെയൊക്കെ വന്ന് നോക്കണ്ടേ. അപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിൽ ഈ പണി കഴിഞ്ഞപ്പോൾ അത് വിട്ടു. അതുപോലെ ഇരിങ്ങാലക്കുടയിൽ എൻ്റെ വീട് മോഡിഫൈ ചെയ്യുമ്പോഴാണ് ഞാൻ പാലക്കാട് ശോഭ ഡെവലപ്പേഴ്സിൽ വർക്ക് ചെയ്തത്. അത് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, 2 പണിയുണ്ട്. പിന്നെ അവിടെ ആകുമ്പോൾ എനിക്ക് വണ്ടി കിട്ടും, അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വണ്ടി കിട്ടും. വീട് കാണണ്ടേ? നിങ്ങളെ വീടെല്ലാം പോയില്ലേ? റോഡ് വന്നിട്ടല്ല, ഓള് വന്നിട്ട് അല്ലേ? ഓള് വന്നിട്ട് കൊണ്ടുപോയി. എന്താ ചെയ്യാ? ഇവരെല്ലാം ഓരോ സ്ഥലത്ത് നിന്ന് തന്നെ കാണാൻ വേണ്ടി വരുന്നവരാണ്. ഇവര് പാലക്കാട് നിന്നാണ്, ഇവര് തലശ്ശേരി നിന്നാണ്, ഇവര് തിരുവനന്തപുരത്ത് നിന്നാണ്. ആളെ പയ്യുണ്ട് നിങ്ങളുടെ നാട്ടുകാരന്. എന്നും ദൂരം എന്നെല്ലാം പറയുന്നത്. പഴയങ്ങാടി മാട്ടൂല് എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിനല്ലേ നമുക്കല്ലേ? അഡ്രസ് പയ്യന്നൂരല്ലേ? നിങ്ങൾ എത്ര? 670? 307 പയ്യന്നൂര്. 670 307. നിങ്ങളുടെ എത്രയാ? 600 308. അത്ര ഒറ്റ സംഖ്യന്റെ വ്യത്യാസമില്ല. നോക്കിയേട്ടാ, ഞാൻ പറഞ്ഞില്ല അടുത്ത് തന്നെയാണ്. കോറത്ത് മാട്ടൂര്. എവിടെ? ചെറുകുന്നില്ല. ചെറുകുന്ന് മാട്ടൂര് അടുത്തെടുത്ത. അതെയോ? ചെറുകുന്നില് പിന്നെ അമ്പലത്തിലൊക്കെ പ്രഭാഷണം അവിടെ. രാമകൃഷ്ണൻ ലിങ്ക് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ എന്റെ ബന്ധുവാണ്. മെഡിക്കൽ രാമകൃഷ്ണന്റെ ബന്ധുവാണ്. അമ്പലത്തിന്റെ തൊട്ട് മുന്നില് പിന്നെ രാമേന്ദ്രൻ അവരുടെ എന്റെ ബന്ധുവാണ്. പിന്നെ മറ്റെവിടെ ഉണ്ടല്ലോ, ചെറുകുന്നിൽ തന്നെ ഒരു പഴയ സ്കൂളുണ്ട്, ചന്ദ്രട്ടന്റെ, ഉദയമാട് സ്കൂൾ ഞങ്ങളാണ്. എന്റെ ഇളയമേന്റെ. ഉദയമാട് സ്കൂളിലെ ചന്ദ്രട്ടൻ ഇപ്പൊ നന്നാക്കിയില്ലേ? അത് രാമേന്ദ്രനാ ചെയ്തത്, എന്റെ അനിയനാ ചെയ്തത്. അതെ. മറ്റേ അവൻ മരിച്ചല്ല, രാജേന്ദ്രനോട് വന്നിരിക്കലുണ്ട്. അവന്റെ അമ്മ അവരിവിടെ ഉണ്ട്, നടുവിലാണ്. ഉദയമാട് സ്കൂളിന്റെ ഓണറില്ലേ ഇപ്പോഴത്തെ, കോമളേച്ചി, എന്റെ ഇളയമയാണ്. ഞാൻ ഏച്ചിന്നാ വിളിക്കല്, കാരണം അമ്മയുടെ ഏറ്റവും താണെ. ഇവിടെ നടുവിൽ നിങ്ങൾ വന്നില്ലേ, ആ പടിഞ്ഞാറ് കവലയില് വേറൊരു മലയോര ഹൈവേ പോകുന്നുണ്ട്. കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നു ഒരു കള്ള് ഷാപ്പിന്റെ നേരെ
ആ റോഡ് തിരിഞ്ഞു പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വീട് അതാണ് തറവാട് ഞങ്ങളുടെ അവിടെയാണ് നമ്മുടെ തറവാട്ട് സ്ഥലത്താണുള്ളത് ഇപ്പൊ അവര് ഉണ്ട് അത്ര അടുത്താളായി നോക്കും. ഞാൻ ഉദയമാട അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ല രസമുള്ളല്ലേ അടക്ക അല്ലെ അടക്ക ഇങ്ങനെ ഇത് ചെയ്തിട്ട് അടക്കത്തോട് ഉണ്ടാവില്ല. ഞാൻ ലിംഗ രാമകൃഷ്ണന്റെ കൂടെ വന്നു ഒരു പ്രാവശ്യം. ആ 2 കുഷ്യൻ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇരുന്നാൽ നിന്റെ നടുവേന കുറയും. ബാക്കിൽ ഇരുന്നിട്ട് കാല് സാധാരണ പടി ഇതിന്റെ പലേന്റെ മുകളിൽ ഇരിക്കില്ലേ ആ പദത്തോടു കൂടി ഇരുന്നാൽ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് പഴയ പുസ്തകങ്ങളൊക്കെ. ഞാൻ ഇന്നലെ ആരോടോ പറഞ്ഞു. ഇന്നലെ ആരുണ്ടായിരുന്നു എൻ്റെ കൂടെ ഞാൻ വരുന്ന സമയത്ത് പയ്യന്നൂരുള്ള ഒരാളുണ്ടായിരുന്നു. പയ്യന്നൂർ രമേശ് പയ്യന്നൂർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ആ ദുബായിലുണ്ടായിരുന്ന ആളാണ്. അയാൾക്ക് ഇതിനകത്തൊക്കെ താല്പര്യമുള്ള ആളാണ്. ഞങ്ങളൊരു കല്യാണത്തിന് പോയിരുന്നു. പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് എല്ലാ തുറകളിലും സാന്നിധ്യമൊക്കെ അറിയാൻ പറ്റുന്ന ഒരാളാണ്. പയ്യന്നൂർ ടൗണിൽ തന്നെയാണ്. അന്നൂർ ഭാഗത്താണ്. അപ്പം ഞാൻ രമേശ് പയ്യന്നൂർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ, ഞാൻ ആലോചിക്കട്ടെ പറയാം. കുറേ ഇല്ലേ നിധി അല്ലേ, ആർക്കും ഇല്ലാണ്ട് പോവില്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുത്തു കൊടുക്കും. പിന്നെ അവരേറ്റെടുത്ത് ഗവൺമെന്റ് എടുത്തു. അവര് പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടൂല, അവർ കൊണ്ടുപോയി കളയും. അത് ലാസ്റ്റ് ഓപ്ഷനാണ്. ആർക്കും ഇല്ലാണ്ട് കളയാൻ പറ്റുന്ന കുറേ പുസ്തകങ്ങളുണ്ട് ഗുരുവിന്റെ. മയമതം എന്ന പുസ്തകമൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള വേറെ ആരും എഴുതിയിട്ടില്ല. ഞാനതിൽ കുറേ പുസ്തകം മേടിച്ചിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. സിഗ്നേച്ചറുള്ള പുസ്തകം ഉണ്ടാവും. വീട്ടിലുണ്ട്. അല്ല അവരുടെ മൂത്ത ബ്രദർ വേറെ വിവാഹം കഴിച്ചിട്ട് ഇപ്പം അദ്ദേഹം മരിച്ചു, മകനും മരിച്ചു. മകന്റെ വൈഫേ ഉള്ളൂ. വൈഫിന് ഇവരായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അച്ഛനുമായിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. ഇപ്പൊ ഉള്ള വൈഫ് അച്ഛനെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ആ തോന്നലൊന്നുമില്ല. അത് പ്രിസർവ് ചെയ്യണം എന്നുള്ള തോന്നലൊന്നുമില്ല. അദ്ദേഹം റെഫർ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ, പ്രിന്റ് ചെയ്തതും വാങ്ങിയതും ബുക്ക് എഴുതിയിട്ടുള്ളതും അത് വലിയൊരു ശേഖരമാണ്. വാസ്തു എന്ന് പറയുന്ന അതിന്റെ കേരളത്തിലെ അധിപനാണ്. നമ്മളിപ്പോ കാണിപ്പയ്യൂരെന്നെല്ലാം കേൾക്കില്ലേ, ഒന്നൊന്നുമല്ല. പയ്യന്നൂർ കേശവനാചാരി എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പറയും അവിടെ എന്താ ഉള്ളത്, എന്താ നല്ലത്, എന്താ മോശം. കുറെ ആചാര്യന്മാരുണ്ട്, പക്ഷെ അവരൊക്കെ അല്ല. അത് മാത്രല്ല, കുടുംബത്തിൽ ആരും പഠിച്ചിട്ടില്ല. കുടുംബത്തിൽ 2 ആണുങ്ങളുണ്ടായി, 2 ആളും മരിച്ചു. പിന്നെ 3 പെണ്ണുങ്ങളാണ്. അതിൽ 2 പെണ്ണുങ്ങളെ ഇടിയിരിക്കുന്നു. 2 പേർക്ക് ഇപ്പം കാര്യമായിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയൂല. ഇന്നലെ രമേശിനോട് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കോണ്ടാക്ട് കിട്ടുകയാണെങ്കിൽ നോക്കാൻ പറ്റും. അല്ല, അയാൾ ദുബായിലാണ് കുറെ കൊല്ലായിട്ട്. എഴുതിന രമേശ് ഞാൻ കണ്ടിട്ടില്ല. ഇവൻ നല്ലോണം എഴുതുകയൊക്കെ ചെയ്യും. ഏഷ്യാനെറ്റ് റേഡിയോയിൽ വർക്ക് ചെയ്ത ആളാണ്. ദുബായിലായിരുന്നു കുറെ കൊല്ലായിട്ട്. ഞാൻ അവിടെ നിന്നുള്ള പരിചയം. ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ്. വേണ്ട കോളേജ് തന്നെ പഠിച്ചത്. ഇല്ല, അയാളല്ല. രമേശ് പയ്യന്നൂർ തിരിച്ചു കുറെ എഴുത്തുണ്ട്, വായനയുണ്ട്, കുറെ അങ്ങനത്തെ ചെറിയ റെക്കോർഡിങ് വേണ്ടി തന്നെ. ഞങ്ങൾ കല്യാണത്തിന് ഞാൻ മിഞ്ഞാന്ന് കാഞ്ഞങ്ങാട് പോണ സമയത്ത് ഞാൻ രമേശിനെ പിക്കപ്പ് ചെയ്തിട്ടാ പോയത്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, കൂടെ പഠിച്ചതാണ്. പിന്നെ ചെറിയ എക്സസൈസും ഇതൊക്കെ വർക്കൗട്ട് ഒക്കെ എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിൽ കുറേ വേണം. ചെറുത് ഒരു കുട്ടികളുടെ ഇപ്പൊ 6 മണിക്കൂറാണെങ്കിൽ 2 hours പ്ലേ ഗെയിംസ്. അത് എക്സർസൈസ് അല്ല, പ്രസൻസ് ഓഫ് മൈൻഡ് കൂട്ടാനുള്ള. ഇപ്പൊ നമ്മൾ പണ്ട് കരംകുള എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കാറില്ലേ, അത് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കാനും എക്സർസൈസും രണ്ടും കൂടി ഉള്ളതാണ്. ഞങ്ങളവിടെ ഡിസ്കസ് ചെയ്യായിരുന്നു. അങ്ങനത്തെ പണ്ടത്തെ ഈ വട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്, പിന്നെ കല്ലിങ്ങനെ മുകളിലോട്ടിട്ട് പൊക്കി പിടിക്കുന്നത്. അത് ഒന്നാ വെച്ചാല് മനുഷ്യന്റെ 3 അവയവങ്ങളാണ് ശരിക്കും വർക്ക് ചെയ്യേണ്ടത്. ഒന്ന് ഹാൻഡ്, 3H എന്നാ പറയാ.
3H ആണ് കൺട്രോൾ ചെയ്തെടുക്കേണ്ടത്. ഒന്ന് ഹാൻഡ്, മറ്റൊന്ന് ഹെഡ്, പിന്നൊന്ന് ഹാർട്ട്. നല്ല മനസ്സുണ്ടാവണം, നല്ല ബുദ്ധി ഉണ്ടാവണം, നല്ലവണ്ണം വർക്ക് ചെയ്യാനും പറ്റണം. ഇതുള്ളതാണ് മിക്കവാറും കളികൾ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ളത്. ഇന്നതില്ല. കോർഡിനേഷൻ, മോട്ടോർ സ്കിൽ എന്നാ പറയാം. എഡ്യൂക്കേഷൻ ഫീൽഡിൽ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ് എന്നാ പറയാം. ഇപ്പം നമ്മളൊക്കെ കൊടുക്കുക അത് മാത്രമൊന്നുമല്ല, അത് കുറേ കളി അത്തരം ഫിസിക്കലായിട്ടുള്ള. പിന്നെയുള്ളത് ക്രാഫ്റ്റും ആർട്ടും ഡ്രോയിങ്ങും പിന്നെ സ്റ്റിച്ചിങ്. നമുക്ക് കുട്ടികൾക്ക് സൂചി നൂലും കൊടുത്തിട്ട് ഒരു തുണി കീറിയിട്ടത് സ്റ്റിച്ച് ചെയ്യാൻ പറയും. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്കിൽ. ഞാനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ചെറുപ്പത്തിൽ. കുട്ടികൾക്ക് ബട്ടൺ തുന്നാൻ പോലും അറിയില്ലല്ലോ അല്ലേ? മേക്ക് ദം ടു ലേൺ. പഠിപ്പിക്കുക. ഇതൊക്കെയാണ് സ്കില്ല്. ജീവിതത്തിൽ ഇതല്ലേ വേണ്ടത്. അങ്ങനെ പലതും. കൈറ്റ് ഉണ്ടാക്കുക, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ആർട്ട് ഫോംസ്, ക്രാഫ്റ്റുകൾ, ആർട്ടുകൾ, ലേണിംഗ് അങ്ങനെയുള്ള തരത്തിലാവും. ഒരു സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ആവശ്യമുണ്ടോ? ഈ ക്ലാസ് മുറി എന്നല്ല, എൻ്റർ തന്നെ ഞാനൊക്കെ ചെയ്തിട്ടുള്ളത്. അത് തുടങ്ങിയ സമയം സാധാരണ LKG UKG കുട്ടികൾ കരയുമല്ലോ. ആദ്യമായിട്ട് സ്കൂളിൽ വരുമ്പോൾ കരയാത്ത പിള്ളേരുണ്ടാവും. പക്ഷെ ഞാൻ തുടങ്ങിയ സ്കൂളിൽ ഒരു കുട്ടിയും കരയില്ല, ആണ് എൻ്റെ ഗ്യാരണ്ടി. ഇതറിയാം, കയറി നിർത്താൻ ഒരു ക്യാമറ വെക്കും, എന്നിട്ട് വലിയ പ്രൊജക്ടറിൽ പ്രൊജക്ട് ചെയ്യും. ഒരു കുട്ടിയും ജീവിതത്തിൽ കരയുന്നത് സ്വന്തം വലുതായിട്ട് കാണാൻ ഇഷ്ടപ്പെടില്ല. അപ്പൊ തന്നെ ആരെങ്കിലും ഫോട്ടോ എടുക്കുമ്പോ കരഞ്ഞോണ്ടിരിക്കും. മനസ്സിലായോ? തീർന്നു കഥ. പിന്നെ രണ്ടാമത്, പല കുട്ടികളും കരയുന്നത് അമ്മ ഉപേക്ഷിച്ചിട്ട് പോവാണ്. അവിടെ നമ്മുടെ ക്ലാസ് അങ്ങനെയല്ലല്ലോ, അമ്മക്ക് വന്നിരിക്കാമല്ലോ. പിന്നെ ആകെ ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ ആ കുട്ടി അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോഴൊക്കെ 3-4 സ്പ്ലിറ്റ് ക്ലാസ് മുറികൾ ഉണ്ടാവും. അവനവൻ്റെ കുട്ടി ഇരിക്കുന്ന ക്ലാസ്സിൽ അമ്മ ഇരിക്കരുത്, വേറെ ക്ലാസ്സിൽ ഇരിക്കാവും. പക്ഷെ ഉണ്ട് അടുത്ത് തന്നെ എന്നുള്ളൊരു ധൈര്യം കുട്ടികളിൽ ഉണ്ടാവുമ്പോൾ പതുക്കെ പതുക്കെ മാറും ആ സ്വഭാവം. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. ഇവിടുന്ന് ഓടിക്കളിക്കും. ഞാനൊക്കെ പ്രഭാഷണം നടക്കുമ്പോൾ ചില കുട്ടികൾ ഓടും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? പിന്നാലെ ഓടും. 2-3 പ്രാവശ്യം ഓടുമ്പോൾ ഞാൻ ഒന്നും പറയാറില്ല, കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ പറയും കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാൻ ഇഷ്ടമാണ്, ഈ അമ്മ കളിക്കുമ്പോഴേ. മനസ്സിലായോ? അപ്പൊ അമ്മ കളിക്കാണ്ടിരുന്നാൽ മതി. അമ്മ ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ പിള്ളേർ നന്നാവും. ഇത് പിന്നാലെ പോകുന്നതുകൊണ്ടാണ് അവരങ്ങനെയാവുന്നത്. അവരങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ നന്നാവും. അപ്പൊ അത് ആ പതുക്കെ പതുക്കെ ആ ഒരു, അതൊക്കെ സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. എൻ്റെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, നാവിഗേറ്റിംഗ് സൈക്കോളജി ഫോർ ദ യങ് ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഞാനിപ്പോ ഈ നിങ്ങൾക്ക് തന്നിട്ടുള്ള സോഫ്റ്റ് കോപ്പി അങ്ങനല്ല, എൻ്റെ ഈ ബുക്ക് പബ്ലിഷ്ഡ് ആണ്. ഒന്ന് നോക്കിയത് ഈ ബുക്ക് പബ്ലിഷ് കാശ് കൊടുത്ത് മേടിക്കും. അപ്പൊ നല്ല വരും. ആമസോണിൽ ഈ ബുക്ക് ഉണ്ട്. അത് പേജ് വൈസ് ഇങ്ങനെ മറിക്കാൻ പറ്റും. കിൻഡിൽ വെർഷനാണ്. ആ കിൻഡിൽ വെർഷൻ ആകുമ്പോൾ വായിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഈ ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുക, പേജ് വൈസ് അല്ലല്ലോ. കിൻഡിൽ വെർഷൻ എന്ന് പറയുമ്പോൾ പേജ് ഇങ്ങനെ മറിയുമല്ലോ, അപ്പോൾ അത് വായിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാം. അതേ ആമസോണിനോട് ആസ്ക് ഫോർ എ പ്രിന്റഡ് വെർഷൻ, ദേ വിൽ ഗിവ് യു പ്രിന്റഡ് വെർഷൻ. ഞാനത് ഹാൻഡ് ബുക്കാണ്, ട്രെയിനിങ് നടത്തുമ്പോൾ ഉപയോഗിക്കാനുള്ള ഹാൻഡ് ബുക്കാണ്. ഇപ്പോൾ ഒരാഴ്ചത്തെ ട്രെയിനിങ് കൊണ്ട് ആ ബുക്ക് എങ്ങനെയാണെന്ന് പഠിക്കാൻ പറ്റും. ഇറ്റ്സ് എ ഹാൻഡ് ബുക്ക്. ആ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ നടത്തുന്ന ട്രെയിനിങ്ങിൽ ബുക്ക് വെച്ചിട്ട് ഫോർമാറ്റ് വെച്ചിട്ട് പഠിപ്പിക്കുന്ന ഫോർമൽ സിസ്റ്റമായി. നിങ്ങളെ എങ്ങനെ ക്രിയേറ്റീവ് ആക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ജിസ്റ്റ് ഇല്ലേ, അതേ ജിസ്റ്റാണ് ഇന്നലെ ഞാൻ കാണിച്ചല്ലോ. സിംഹത്തിനൂടെ കൊണ്ടുവന്നില്ലേ കളിച്ചോണ്ടിരിക്കുമ്പോൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ നമ്മൾ ഉപയോഗിക്കും ക്ലാസ്സിൽ. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും എന്ന് വിചാരിച്ചാൽ, ഈസി ആയിട്ട് ക്ലാസ് മുറികളിൽ തന്നെ കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് വരും. അത് മൊബൈൽ ഫോൺ ആയാലും മതി. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഞാൻ ഡിസ്പ്ലേയിൽ കണക്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും? ആ സിംഹത്തെ ഇവിടെ ഞാൻ എൻ്റെ മൊബൈലിൽ കാണുമ്പോൾ അവിടെ കാണുമല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ഇപ്പത്തെ രൂപയ്ക്ക് ഇരിക്കുന്നില്ലേ,
നിങ്ങളുടെ ഓരോരാളുടെ തലയിലും അല്ലെങ്കിൽ സൈഡിലൊക്കെ കുറെ മൃഗങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ പിള്ളേർ എങ്ങനെ എൻജോയ് ഇല്ലേ? അല്ലേ? അതെനിക്ക് മാറ്റാൻ പറ്റും. കുരങ്ങ് വേണോ, പട്ടി വേണോ, പൂച്ച വേണോ, അതൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അത് ഏത് ഭാഗത്തേക്കും എന്തൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന സിസ്റ്റം അതല്ലേ? സിനിമയിലൊക്കെ നമ്മൾ കുതിരപ്പുറത്ത് പോകുന്നതായിട്ട് കാണുന്നു, ശരിക്കും കുതിരയില്ലല്ലോ, അത് മിക്സിംഗ് ആണ്. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കും, ക്ലാസ് മുറികളിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ സിസ്റ്റംസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോ പറയുന്ന ഡിജിറ്റൽ ക്ലാസ് റൂം അല്ല, ഇറ്റ്സ് എൻ എൻറ്റയർലി AI AR ക്ലാസ് റൂം ആയിരിക്കും. ക്ലാസ് റൂം എന്നല്ല, അത് ടീച്ചേഴ്സിനും അതിന്റെ എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഡൽഹിയിലൊക്കെ നോയിഡയിൽ 2-3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം വെറും AR ഏർലി ചൈൽഡ് കെയർ ആൾക്കാർക്ക് വേണ്ടി ചെയ്തത്. അതൊക്കെ ഉണ്ട് യൂട്യൂബിൽ. നോയിഡ ഡോക്ടർ TPS ഗ്രാൻഡ്മ നടിച്ചാൽ ആയില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഹെൽത്തിന് ഒരു നമ്മുടെ ഏതെങ്കിലും അടുത്തുള്ള ഒരു ഡോക്ടർ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മിക്കവാറും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു നേഴ്സാണ്. അപ്പൊ നിങ്ങൾ ആയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും നേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റും ടീച്ചർ എന്ന കൺസെപ്റ്റും വരെ ഒരാൾ കുറച്ച് ഹെൽത്ത് അസിസ്റ്റന്റ് എന്നുള്ള തരത്തിൽ. ഡോക്ടറുടെ ആവശ്യമില്ല, ഒരു ഹോസ്പിറ്റലിലും ഡോക്ടർ ഇല്ല. രാത്രി കാലങ്ങളിൽ മിക്ക ഹോസ്പിറ്റലിലും നേഴ്സ് ഉണ്ടാവും. ഇനി അഥവാ ഡോക്ടർ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ MBBS പാസ്സായിട്ടുള്ള നേഴ്സിന്റെ വിവരം പോലും ഇല്ലാത്ത ഒരാളെ വെക്കും. അവരുടെ ആകെ പണി പ്രഷർ ചെക്ക് ചെയ്യുക, എന്നിട്ട് ഡോക്ടറെ വിളിക്കുക. അതിന് 175 റുപ്യാണ് ഹൈദരാബാദിൽ ഡോക്ടർമാരുടെ ശമ്പളം രാത്രി. MBBS കഴിഞ്ഞാൽ പെർ നൈറ്റ് അത് ഒരു ദിവസമേ കൊടുക്കുള്ളൂ ഡോക്ടേഴ്സിന്. കാരണം 5 ഡോക്ടർമാര് 2 പേരെ മുതൽ വെച്ചാൽ 10 പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറ്. കാരണം 6 മാസം പണി ചെയ്തു അപ്പോളോയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ അവർക്ക് വലിയ കാര്യമല്ലേ? അതിന് വേണ്ടിയിട്ട് വരുന്നവരാ. അങ്ങോട്ട് കാശ് കൊടുക്കുമ്പോഴെങ്കിൽ പണി ചെയ്യാൻ സർട്ടിഫിക്കറ്റ്. അത് ഞാൻ പറയാറുണ്ട്, സർവൻ മെയിനേക്കാളും ചീപ്പറാണ് ഡോക്ടർമാർ. അതുണ്ട്, അത് പറഞ്ഞില്ല. അതായത് നമ്മളെ ഇതിനകത്തൊരു ചെറിയൊരു പ്ലേ ഏരിയയും ഔട്ട്ഡോറിലൊരു പ്ലേ സ്ഥലം അലോ ചെയ്യുകയാണെങ്കിൽ ഔട്ട്ഡോറിലൊരു പ്ലേ ഏരിയയും ചെറിയൊരു ഗാർഡനിങ്. അപ്പൊ അതില് ഗാർഡനിങ്ങിന്റെ ഒപ്പം തന്നെ പിള്ളേർക്ക് മണലിൽ കളിക്കാനുള്ള ഇതുള്ള കുറച്ച് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ പ്ലാൻ. അത് കളിയല്ല, അത് പഠനം തന്നെയാണ്, എല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, കൊടുക്കുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നതിൽ ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു, നമ്മള് ഒരു ചെടി വരക്കാണ്. ഞാനിവിടെ പഠിപ്പിക്കാറില്ല, ക്രാഫ്റ്റ് ഡോക്ടർ TPS എന്ന് പറഞ്ഞിട്ട് ഞാനും നടിച്ച കാണാം. ആ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പേപ്പർ എടുക്കും, നമ്മൾ കാണുന്ന ഈ ചെമ്പരത്തി ഉണ്ടല്ലോ, അതിന്റെ തണ്ടെടുത്തിട്ട് കട്ട് ചെയ്യും, എന്നിട്ട് ഒട്ടിക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ ഇല ഒട്ടിക്കും. ആ പൂവിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്രാഫ്റ്റ് പഠിച്ചു. അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ യു സ്റ്റാർട്ട് ലേണിംഗ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ ഇത് തുടങ്ങുന്നത് സിറ്റിയിലൊന്നും അല്ലല്ലോ, എന്തായാലും ഗാർഡനും ചുറ്റൊക്കെ ഉണ്ട് അതിനായിട്ടും. ശരി മതി, എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ കിച്ചണും, യു ഷുഡ് ഹാവ് എ കിച്ചൺ. ചെറിയ കുട്ടികളൊക്കെ ചൈനീസിൽ നോക്കിയാട്ടെ, കുട്ടികളെ കുക്കിംഗ് യങ് ചിൽഡ്രൻ ഇൻ ചൈന നോക്കാം, ഇഷ്ടം പോലെ കാണും. കുട്ടികളൊക്കെ അസലായിട്ട് കുക്ക് ചെയ്യും. ഞാനൊക്കെ ചില എൻ്റെ മകനൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ നഴ്സറിയിലെ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ മാറ്റി. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമല്ലോ, ടോക്കറ്റീവ് ആണോ, ഡിസിപ്ലിൻഡ് ആണോ എന്നൊക്കെ പറഞ്ഞ് കുറേ കോൾ ഉണ്ടാവില്ലേ. അതിനകത്ത് വെദർ ദ ചൈൽഡ് ക്യാൻ പാസ് ത്രെഡ് ടു ദ നീഡിൽ, ഒരു ആക്ടിവിറ്റിയാണ്. ഒരു സൂചി എടുത്തിട്ട് നൂല് കോർക്കാൻ പറ്റുമോ? LKG കുട്ടികൾക്ക് നൂല് കോർക്കാൻ കൊടുത്താട്ടെ. നിങ്ങളൊരു 300 കുട്ടികളെ തരും LKG പിള്ളേരെ, ഞാൻ 6 മണിക്കൂർ മിണ്ടാണ്ടിരുത്താം, ഒരു ശല്യം ഇല്ലാണ്ട് ഫുൾ ഫോക്കസ്ഡ് അനങ്ങാണ്ടിരിക്കും. ഈ കുട്ടീനൊക്കെ ഇരുത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഒരു സൂചി കൊടുക്കും, ഒരു നൂലും കൊടുക്കും, കോർക്കാൻ പറയാം. അത് കോർക്കാനേ പറ്റില്ല. ഇനി അഥവാ കോർക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ നൂല് മേടിച്ച് നൂല് മാറ്റി കൊടുക്കും, കുറച്ച് കട്ടി കൂടുതലുള്ള നൂലാണ് കൊടുക്കുക. ഇതിലൊരിക്കലും പോകാത്തത് ഞാൻ ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ പറയാം. മനസ്സിലാവുണ്ടോ? ഇത് ആക്ടിവിറ്റി ഉണ്ടാക്കാനല്ല ചെയ്യണത്. എന്തിനാ? 1 പേഷ്യൻസ്, 2 ഫോക്കസ്. കുട്ടികൾ സാധാരണ നമുക്ക് കുഴപ്പം പറയാൻ അനങ്ങാണ്ടിരിക്കൂലാന്ന്, അവർക്കൊരു പണി കൊടുക്കാത്തതുകൊണ്ടാണ്. പണി കൊടുത്താൽ അവർ കറക്റ്റ് ആയിട്ടിരിക്കും.
എളുപ്പമാണ്. ഇപ്പൊ ആക്ടിവിറ്റികളാണ് ഫില്ല് ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ സങ്കല്പം അനുസരിച്ചിട്ടാണ്. കളറിങ് ആവാം, പെയിന്റിങ് ആവാം, ക്രാഫ്റ്റ് ആവാം, ആർട്ട് ആവാം, പോട്ട് മേക്കിംഗ് ആവാം. അത് സാധാരണ എഡിബിൾ ആയിട്ടുള്ള സാധനം മതി, കൈവൃത്തിയിടാവേണ്ട കാര്യം വേണ്ട. വെറും ഗോതമ്പ് പൊടി, മിക്കവാറും പിള്ളേർ മേടിക്കുന്ന വാക്സ് അല്ലെങ്കിൽ ചളി എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന സാധനമില്ലേ, അതിനേക്കാളും വില കുറവാണ് 1 കിലോ ഗോതമ്പ് പൊടിക്ക്. അതിന്റെ കൂടെ കുറച്ച് വെള്ളവും സോൾട്ടും കൂടി മിക്സ് ചെയ്ത് പിള്ളേർ നല്ല പോലെ കയ്യും കഴുകിയിട്ടാണെങ്കിൽ നാളെ ആ സാധനം അങ്ങനെ തന്നെ വറുത്തിട്ട് തവളയാക്കിയിട്ടും ഒക്കെ കൊടുക്കാം. പിള്ളേരോട് തവള ഉണ്ടാക്കാൻ പറയാ, വറുത്ത് കൊടുക്കുക, തവള ചപ്പാത്തി ഈസി ആയിട്ട് കഴിക്കുക. ട്രിക്ക് പഠിച്ചു. എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് മൊയലിനെയൊക്കെ ഉണ്ടാക്കിയിട്ടാ തരിക ദോശ. 2 ചെവി ഉണ്ടാവും, ഇതുണ്ടാവും, അപ്പൊ കഴിക്കാൻ തോന്നും ഇല്ലേ? കഴിഞ്ഞില്ലേ? പിന്നെ ഫിനാൻസ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. എങ്ങനെ വയബിൾ ആക്കും? എപ്പോഴും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം. അതിന് ഫിനാൻസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ROT എന്ന് പറയും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ROI കൃത്യമായിട്ട് അറിയണം. ഞാൻ ഇത്രയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അത് സാധാരണ എഡ്യൂക്കേഷനിൽ 10 years ആണ്. ലോവർ ക്ലാസ്സുകളിലൊക്കെ തുടങ്ങുന്നതിന് 2 years കൊണ്ടൊക്കെ കിട്ടും.